ബജറ്റിൽ കേരളത്തോടുള്ള അവഗണനയിൽ പാർലമെന്റിൽ പ്രതിഷേധം കടുപ്പിക്കാൻ പ്രതിപക്ഷം. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന ചർച്ചയ്ക്ക് മേലുള്ള നന്ദിപ്രമേയ ചർച്ച ഇന്ന്. ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റിന്മേലുള്ള പൊതുചർച്ച നിയമസഭയിൽ. കേന്ദ്ര ബജറ്റിലെ അവഗണനയിൽ നിയമസഭയിലും പ്രതിഷേധമുയരും. അതിവേഗ റെയിൽ പദ്ധതി ഓഫീസ് മലപ്പുറത്ത് പ്രവർത്തനം ആരംഭിക്കും. ഇ ശ്രീധരന്റെ ഓഫീസ് അല്പസമയത്തിനകം പൊന്നാനിയിൽ തുറക്കും. പദ്ധതിയിലെ സംശയങ്ങൾ ദൂരീകരിക്കാനുള്ള യോഗങ്ങൾ ഈ മാസം 15 മുതൽ. കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് വൻ പദ്ധതികൾ ലഭിക്കാത്തതിൽ വെട്ടിലായി സംസ്ഥാന ബി.ജെ.പി. നേതൃത്വം. പ്രതീക്ഷിച്ച അതിവേഗ റെയിലും എയിംസും പ്രഖ്യാപനങ്ങളില്ലാത്തതിൽ മറുപടിയില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വോട്ടർമാരെ എന്തു പറഞ്ഞ് സമീപിക്കുമെന്ന ആശങ്കയിൽ സംസ്ഥാന ബി.ജെ.പി. സർക്കാർ ഡോക്ടർമാരുടെ അനിശ്ചിതകാല OP ബഹിഷ്കരണ സമരം ഇന്നു മുതൽ. അടിയന്തര ശസ്ത്രക്രിയ അടക്കമുള്ള അവശ്യ സേവനങ്ങൾ ഒഴിവാക്കി സമരം. മെഡിക്കൽ കോളേജ് ആശുപത്രികളുടെ പ്രവർത്തനത്തെ ബാധിക്കും. കോൺഫിഡന്റ് ഗ്രൂപ്പ് CEO CJ റോയിയുടെ മരണത്തിൽ അന്വേഷണം തുടരുന്നു. റോയിയുടെ ഓഫീസിൽ കണ്ടെടുത്ത 2 മൊബൈലുകളും ആത്മഹത്യാക്കുറിപ്പിലെ വിവരങ്ങളും പരിശോധിക്കും. ഇതിനായി അനുമതി തേടി പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ. കൊച്ചിയിൽ നാളെ നിശ്ചയിച്ച വാർത്താസമ്മേളനം നീട്ടിവെച്ച് കോൺഫിഡന്റ് ഗ്രൂപ്പ്. ശബരിമല കട്ടളപ്പാളി കേസിൽ പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതിയിൽ. കുറ്റപത്രം സമർപ്പിക്കുന്നത് വൈകുന്നത് ചൂണ്ടിക്കാട്ടി ഹർജി. മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന്റെയും തന്ത്രി രാജീവരുടെയും ജാമ്യ ഹർജികളും പരിഗണിക്കും. രാഹുൽ മാങ്കൂട്ടത്തിലെ അയോഗ്യനാക്കാനുള്ള നടപടികൾക്ക് നിയമസഭയിൽ ഇന്ന് തുടക്കം. DK മുരളി സ്പീക്കർക്ക് നൽകിയ പരാതി പ്രിവിലേജസ് ആൻഡ് എത്തിക്സ് കമ്മിറ്റി പരിശോധിക്കും. ഏതു സാഹചര്യവും നേരിടാൻ സജ്ജമാകാൻ സൈന്യത്തോട് ആഹ്വാനം ചെയ്ത് ഇറാൻ. അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന ഏത് പ്രകോപനത്തിനും ശക്തമായ തിരിച്ചടി നൽകുമെന്ന് മുന്നറിയിപ്പ്. മധ്യസ്ഥ ശ്രമങ്ങൾ തുടർന്ന് പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ താനി. മധ്യസ്ഥ ചർച്ചകൾ തുടരുന്നുവെന്ന് പ്രതികരിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള അടുത്ത ഘട്ട ചർച്ചകൾ മറ്റന്നാൾ. അബുദാബിയിൽ ചർച്ച നടക്കും. ത്രികക്ഷി ചർച്ചയിൽ അമേരിക്കൻ പ്രതിനിധികളും പങ്കെടുക്കും. കിഴക്കൻ യുക്രൈൻ്റെ ഹൃദയഭാഗമായ ഡോൺബാസ് സംബന്ധിച്ച് തർക്കം ഇപ്പോഴും. കേരള കോൺഗ്രസുമായി കോൺഗ്രസിന്റെ നിർണായക സീറ്റ് ചർച്ച ഇന്ന്. ജോസഫ് വിഭാഗത്തിന്റെ 4 സീറ്റ് ഏറ്റെടുക്കാൻ കോൺഗ്രസ് നീക്കം. കഴിഞ്ഞ തവണത്തെ പോലെ 10 സീറ്റുകൾ വേണമെന്ന നിലപാടിൽ ഉറച്ച കേരള കോൺഗ്രസ്. സമൂഹ മാധ്യമത്തിലൂടെ അപമാനിച്ചതിനെ തുടർന്ന് കോഴിക്കോട് സ്വദേശി ദീപക് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിയായ ഷിംജിതയെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ്. കസ്റ്റഡിയിൽ ലഭിച്ചാൽ സംഭവം നടന്ന ബസ്സിലടക്കം എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. ഷിംജിതയുടെ ജാമ്യാപേക്ഷ ബുധനാഴ്ച ജില്ലാ കോടതി പരിഗണിക്കും. പാലക്കാട് തൃത്താല കറുകപത്തൂരിൽ ഗുണ്ടാക്രമണം. 2 പേർക്ക് കുത്തേറ്റു. കറുകപത്തൂരിലെ സ്വകാര്യ ക്വാർട്ടേഴ്സിൽ സംഭവം. ക്വാർട്ടേഴ്സ് ഉടമകളായ ഉസ്മാൻ, ജിംഷാദ് എന്നിവർ കൂട്ടേറ്റു. ഇവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ക്വാർട്ടേഴ്സിൽ താമസിച്ചിരുന്നവരാണ് ആക്രമണം നടത്തിയതെന്നാണ് വിവരം. പാലക്കാട് വാണിയംകുളത്ത് വൻ തീപിടുത്തം. വാണിയംകുളം തെരുവിനോട് ചേർന്നുള്ള 7 ഏക്കറോളം വരുന്ന കുന്നിന് തീപിടിച്ചു. ഫയർഫോഴ്സ് തീയണച്ചു. കുന്നിന്റെ 3/4 ഭാഗവും കത്തി നശിച്ചു. T20 ലോകകപ്പ് ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യക്കെതിരെ കളിക്കില്ലെന്ന പാകിസ്ഥാന്റെ നിലപാടിനെതിരെ ICC കടുത്ത നടപടികളിലേക്ക്. പാകിസ്ഥാന്റേത് നാടകമെന്ന് വിലയിരുത്തൽ. ബംഗ്ലാദേശിന് ഐക്യദാർഢ്യം അർപ്പിച്ചാണ് ഇന്ത്യയുമായുള്ള മത്സരത്തിൽ നിന്നുള്ള പിന്മാറ്റം. വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം പുറത്തുവരുന്നത്, കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ CJ റോയി ആത്മഹത്യ ചെയ്യാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു എന്നുള്ളതാണ്. റോയി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു എന്ന തരത്തിലുള്ള ഡയറി കുറിപ്പുകൾ കുടുംബാംഗങ്ങൾക്ക് ലഭിച്ചു എന്ന വിവരം ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കുടുംബത്തോട് ക്ഷമ ചോദിക്കുന്നു. വിദേശ സംരംഭങ്ങളിൽ തിരിച്ചടി നേരിട്ടു. പണം നൽകാനുള്ളവരുടെ വിവരങ്ങൾ അടക്കം ഡയറിയിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കമ്പനിയെ എങ്ങനെ നയിക്കണമെന്നും
അത് എഴുതിയിട്ടുണ്ട് ഡയറിയിൽ നിന്ന് മനസ്സിലാക്കുന്നു. നിക്ഷേപകരെ വഞ്ചിക്കരുതെന്നും റോയി കൃത്യമായി തന്റെ ഡയറിയിൽ സൂചിപ്പിച്ചിരിക്കുന്നുവെന്നാണ് വിവരം. ജനുവരി 31 ഈ ആത്മഹത്യയ്ക്ക് മുൻപ് ജനുവരി 31 സഹോദരനെ ഫോണിൽ വിളിച്ചിരുന്നു റോയി എന്നും ഈ ഫോണിൽ വിളിച്ചതിനെ തുടർന്നാണ് ആത്മഹത്യയിലേക്ക് റോയി എത്തിയത് എന്നും ആ തരത്തിൽ വിവരങ്ങൾ പുറത്തു വരികയാണ്. IT റെയ്ഡിന് പിന്നാലെ ആത്മഹത്യ ചെയ്ത റോയിയുടെ ആ സംഭവം ദുരൂഹമായി തുടരുന്ന പശ്ചാത്തലത്തിലാണ് ഈ ആത്മഹത്യാക്കുറിപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുന്നത്. കന്നഡ വാർത്താ ചാനലായ സുവർണ ന്യൂസാണ് ഈ വിവരം വിടുന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും IT റെയ്ഡ്, മാനസിക സമ്മർദ്ദം, ബിസിനസ്സിലെ പ്രതിസന്ധികൾ എന്നിവയെക്കുറിച്ച് വളരെ കൃത്യമായി ഈ ഡയറിക്കുറിപ്പിൽ പരാമർശിച്ചിരിക്കുകയാണ്. പ്രത്യേക അന്വേഷണ സംഘം റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട് അന്വേഷണം തുടരുന്നതിനിടയിലാണ് ഇത്തരം ചില സൂചനകൾ നിർണായകമാകുന്നത്. ഇന്ന് കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് വാർത്താ സമ്മേളനം നടത്താനും ചില വിവരങ്ങൾ പുറത്തുവിടാനും മറ്റും തീരുമാനിച്ചിരുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. പക്ഷേ ആ വാർത്താ സമ്മേളനം അവർ റദ്ദാക്കുകയാണ്. നമുക്ക് അറിയുന്നത് പോലെ ഈ വിവരം അന്വേഷണ സംഘം ഇപ്പോൾ കൃത്യമായി അന്വേഷിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും പുതിയ വിവരങ്ങൾ നിർണായകം തന്നെയാണ്. TG സയ്യിദ് ചേരുകയാണ്. സയ്യിദ്, എന്താണ്, എങ്ങനെയാണ് ഈ ആത്മഹത്യ സംഭവിച്ചത്, അല്ലെങ്കിൽ അതിലേക്ക് റോയിയെ നയിച്ച സാഹചര്യം എന്താണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറിയിരുന്നു. അത് അന്വേഷിക്കുകയാണ്. അപ്പോഴാണ് ഈ ആത്മഹത്യാക്കുറിപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുന്നത്. അതിലെ സൂചനകൾ കൃത്യമാണെങ്കിൽ റോയി നേരത്തെ തീരുമാനിച്ചിരുന്നു ഈ ആത്മഹത്യ ചെയ്യണമെന്ന കാര്യം. അതനുസരിച്ചുള്ള തയ്യാറെടുപ്പ് നടത്തിയിരുന്നു, വിൽപത്രം തയ്യാറാക്കിയിരുന്നു, തൻ്റെ അനന്തരാവകാശി ആരാണ് എന്ന കാര്യത്തിൽ ഒരു തീരുമാനം റോയി എടുത്തിരുന്നു. ഒപ്പം എവിടെ സംസ്കരിക്കണമെന്ന കാര്യത്തിലും കൃത്യമായ വിവരങ്ങൾ കൈമാറിയിരുന്നു. അപ്പോൾ ഇതിന് പിന്നിൽ നേരത്തെ മുൻകൂട്ടി തയ്യാറാക്കിയ ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ കരുതാം. 9 പേജുള്ള ഒരു ആത്മഹത്യാക്കുറിപ്പാണ്, ഒരു സൂയിസൈഡ് നോട്ട് അന്വേഷണ സംഘത്തിന് കിട്ടിയെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. പോലീസ് പ്രത്യേക ടീമിനെ, കർണാടക പോലീസ് സംഘം ഒരു പ്രത്യേക ടീമിനെ തന്നെ ഇതിനു വേണ്ടി നിയോഗിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി നടത്തിയ അന്വേഷണത്തിലാണ് ഈ 9 പേജുള്ള ഒരു ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുത്തിരിക്കുന്നത് എന്നാണ് വിവരം. ഇതിൽ താൻ ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ കാരണങ്ങൾ, ഒപ്പം തന്നെ കുടുംബത്തോടും ഇൻവെസ്റ്റേഴ്സിനോടുള്ള ക്ഷമാപണം, തൻ്റെ പിൻഗാമി, ഇക്കാര്യങ്ങളിലെല്ലാം വ്യക്തമായ ചില സൂചനകൾ ഈ 9 പേജുള്ള സൂയിസൈഡ് നോട്ടിൽ പരാമർശിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. നാളെയാണ് കൊച്ചിയിൽ കുടുംബം മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഈ റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംബന്ധിച്ച കുടുംബത്തിൻ്റെ നിലപാട് വിശദീകരിക്കാൻ വേണ്ടിയാണ് അവർ ഇത്തരമൊരു നീക്കം നടത്താൻ ഇരുന്നത്. പക്ഷേ ആ വാർത്താ സമ്മേളനം മാറ്റിവെച്ചിരിക്കുകയാണ്. ഒരുപക്ഷേ ഈ സൂയിസൈഡ് നോട്ട് കണ്ടെടുത്തതിന് പിന്നാലെ ഉള്ള നടപടിയുടെ ഭാഗമാവാം ഈ കാര്യങ്ങൾ, അല്ലെങ്കിൽ സൂയിസൈഡ് നോട്ടിലെ ചില കണ്ടെത്തലുകളും പരാമർശങ്ങളും ആവാം കുടുംബത്തെ പിൻവലിച്ചിരിക്കുന്നത് എന്ന സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അന്വേഷണ സംഘം എന്തായാലും ഈ സൂയിസൈഡ് നോട്ട് കണ്ടെത്തിയിരിക്കുന്നു, നേരത്തെ തയ്യാറാക്കിയിരുന്നു. കഴിഞ്ഞ ഡിസംബർ മാസം മുതൽ തന്നെ അന്വേഷണ സംഘത്തിൻ്റെ തുടർച്ചയായ നീക്കങ്ങളും അന്വേഷണ പരിശോധനകളും ഒക്കെ അവിടെ നിന്ന് നടന്നു വരികയാണ്. മാനസിക സമ്മർദ്ദം റോയ്ക്കുണ്ടായിരുന്നു, അതിനപ്പുറം മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടായിരുന്നു എന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരുപക്ഷേ 9 പേജുള്ള ഈ സൂയിസൈഡ് നോട്ടിലെ കൃത്യമായ പരാമർശം ഒരുപക്ഷേ ആ തരത്തിൽ തന്നെ ഉണ്ടാവാനാണ് സാധ്യത. എന്തായാലും അതൊരു സുപ്രധാന, ഈ മരണം സംബന്ധിച്ച് എന്തുകൊണ്ട് റോയ് വെടിവെച്ച് മരിച്ചു, ആത്മഹത്യ ചെയ്തു എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഈ സൂയിസൈഡ് നോട്ടിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ ചില സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൽ തൻ്റെ അനന്തരാവകാശി ആരാവണം എന്ന കാര്യത്തിലടക്കം കൃത്യമായ നിലപാടെടുത്തുകൊണ്ടാണ് അദ്ദേഹം ഈ സൂയിസൈഡ് നോട്ട് എഴുതിയത്. അതായത് ഈ വിദേശ ബിസിനസ്സുകൾ നിരവധിയായി ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ കൂടിയാണ്, നമുക്കറിയാം റോയ്. ആ വിദേശ ബിസിനസ്സുകളിൽ ചില തിരിച്ചടികൾ നേരിട്ടു എന്നും സൂചനയുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ വളരെ പെട്ടെന്ന് ഒരു പ്രകോപനത്തിൻ്റെ പുറത്ത് ചെയ്യേണ്ട ഒരു കാര്യമല്ല ഇത്. കാരണം അത്രത്തോളം വിൽപവറുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു CJ റോയ് എന്ന് അദ്ദേഹവുമായി സംസാരിച്ചവർക്കും അടുത്തിടപഴകി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ വീഡിയോസൊക്കെ വളരെ തോതിൽ ആളുകളെ സ്വാധീനിച്ചിരുന്ന ഒന്നുമാണ്. അപ്പോൾ ഇത്തരം തിരിച്ചടികൾ, അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു ഭയം, ഒപ്പം ഈ റെയ്ഡുമായി ബന്ധപ്പെട്ട മാനസിക സമ്മർദ്ദം, ചില ഇടപാടുകളുമായി ബന്ധപ്പെട്ട ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരുടെ ചോദ്യങ്ങൾ, ഇതൊക്കെ വലിയ തോതിൽ റോയിയെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് വേണം കരുതണം. ആ തരത്തിലുള്ള സാധ്യതകൾ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം തികച്ചും അപ്രതീക്ഷിതമായിരുന്നു ഈ റോയിയുടെ നീക്കം. അതാരും പ്രതീക്ഷിച്ചതല്ല. ഈ പരിശോധനകൾക്കിടയിൽ റൂമിലേക്ക് കടന്നുപോയുള്ള ആത്മഹത്യ. രഞ്ജിത്ത്, നമുക്ക് അപ്ഡേറ്റ് ചെയ്യാവുന്ന ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യം,
മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന് കത്തയച്ചിട്ടുണ്ട്. ഈ റോയുടെ മരണത്തിലെ ദുരൂഹത സംബന്ധിച്ച് അന്വേഷണം നടത്തണം. കാരണം ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ വലിയ ആക്ഷേപം ഉയർന്നുണ്ട്. ഈ വിഷയത്തിൽ പരിശോധന നടത്തണമെന്ന ആവശ്യമാണ് ഇക്കാര്യത്തിൽ സംസ്ഥാന മുഖ്യമന്ത്രി ഉന്നയിക്കുന്നത്. കാരണം ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദമാണ് റോയുടെ മരണത്തിലേക്ക് തള്ളിവിട്ടത്. ആത്മഹത്യക്ക് കാരണമായതാണ്. അവർ പലതരത്തിലും ഉദ്യോഗസ്ഥർ പലതരത്തിലും ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റേഴ്സിനെ സമ്മർദ്ദപ്പെടുത്തുന്നു എന്ന ആക്ഷേപം വരുന്നുണ്ട്. ഇവിടെ സംഭവിച്ച കാര്യം എന്ത് എന്ന് വ്യക്തമാക്കണമെന്ന് സംബന്ധിച്ചുള്ള വിശദമായൊരു കത്താണ് ഇപ്പോൾ പിണറായി വിജയൻ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇരിക്കുന്നത്. സ്വാഭാവികമായും നമുക്കറിയാം, നിർമ്മലാ സീതാരാമൻ്റെ കീഴിലുള്ള വകുപ്പാണ് ആദായ നികുതി വകുപ്പ്. അതിൻ്റെ ഉദ്യോഗസ്ഥരുടെ നീക്കങ്ങൾ സ്വാഭാവികമായും അവർക്കെതിരെ ആക്ഷേപം വരുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരമൊരു നിലപാടെടുത്തിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. എന്തായാലും മുഖ്യമന്ത്രി നൽകുന്ന ഈ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി അന്വേഷണം നടക്കുമെന്ന് കരുതാം. അങ്ങനെയെങ്കിൽ കർണാടക നിയോഗിച്ചിരിക്കുന്ന ഒരു SITക്ക് പുറമെ നേരിട്ട് കേന്ദ്ര ധനമന്ത്രാലയം ഇടപെട്ടുകൊണ്ടൊരു സ്പെഷ്യൽ ടീമിനെ നിയോഗിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ കുടുംബത്തിൻ്റെ വാർത്താ സമ്മേളനം മാറ്റിവെച്ചിരിക്കുന്നത് ഒരുപക്ഷേ ഈ സൂയിസൈഡ് നോട്ടിലെ കണ്ടെത്തലുകളും അത് സംബന്ധിച്ചുള്ള നിഗമനങ്ങളുടെയും അടിസ്ഥാനത്തിൽ തന്നെയാവണം എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും ഒരു കാര്യം വ്യക്തമാവാനുള്ളത്, എന്തുകൊണ്ട് ഡോക്ടർ CJ റോയ് മരിച്ചു എന്ന ചോദ്യമാണ്. ഇത്ര വലിയ ഒരു ബിസിനസ് ടൈക്കൂണായ വ്യക്തിക്ക് സ്വയം മരണം വരിക്കാനുള്ള തീരുമാനമെടുക്കാനുള്ള കാരണം എന്താണ്? ഇതുവരെ പുറത്തു വന്ന കാരണങ്ങൾക്കപ്പുറമുള്ള മറ്റു ചില കാര്യങ്ങളേക്കുണ്ടോ? പുറത്തു വന്നതിനപ്പുറമുള്ള ചില നിഗൂഢതകളുണ്ടോ? എന്താണ് CJ റോയുടെ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ ഉള്ളടക്കം? അത് സംബന്ധിച്ചുള്ള ഇടപാടുകൾ എന്തൊക്കെയാണ്? ഇതുവരെ പുറത്തു വന്നതിനും അപ്പുറത്തേക്കുള്ള പണ ഇടപാടുകൾ സംബന്ധിച്ച് അന്വേഷണ ഏജൻസികൾക്ക് എന്തെങ്കിലും കണ്ടെത്തലിലേക്ക് കടക്കാൻ കഴിഞ്ഞോ? അത്തരം സമ്മർദ്ദമാണോ ഉണ്ടായത്? അതല്ല, ഈ ആക്ഷേപിക്കപ്പെടുന്ന പോലെ ഉദ്യോഗസ്ഥരുടെ നിരന്തരമായ സമ്മർദ്ദം എന്ന ഒറ്റ കാരണം മാത്രമാണോ? പക്ഷേ ഇത്ര വലിയൊരു ഇൻവെസ്റ്റർ, ഇത്ര വലിയൊരു ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ ഉടമ, ഇത്തരം ഘട്ടങ്ങളിലൊക്കെ കടന്നുപോയിട്ടുള്ള ഒരു വ്യക്തി എന്തിന് സ്വയം മരണം വരിച്ചു എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. അന്വേഷണ ഏജൻസികൾക്ക് അതിലേക്ക് കടക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ കുടുംബത്തിൻ്റെ മൊഴിയെടുപ്പൊക്കെ ഈ വിഷയത്തിൽ നിർണായകമാവുമെന്ന് കരുതാം. ഒരു പുതിയ വിവരം കൂടി നമുക്ക് ലഭ്യമാവുന്നത്, ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരെ വീണ്ടും ഈ സ്പെഷ്യൽ ടീം വിളിച്ചു വരുത്തുകയാണ്. ഉദ്യോഗസ്ഥരെ വീണ്ടും ചോദ്യം ചെയ്യാനും മൊഴിയെടുക്കാനുമാണ് നീക്കമുണ്ടാവുന്നത്. എന്താണ് അന്ന് ആ കെട്ടിടത്തിൽ മരണത്തിന് തൊട്ട് മുമ്പ് നടന്നത്? എന്ത് പരിശോധനയാണ് നടന്നത്? എന്ത് നീക്കമാണുള്ളത് ഉണ്ടായത്? എന്തെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദമുണ്ടായോ? തുടങ്ങിയ കാര്യങ്ങളൊക്കെ സ്പെഷ്യൽ ടീം പരിശോധിക്കുക. തീർച്ചയായും അതാണ് സാഹചര്യം. ഏതായാലും ഈ ആത്മഹത്യാക്കുറിപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അത് ഇപ്പോൾ പുറത്തു വരുന്നത്, നമുക്കറിയാം, ഏറെ ആഡംബര ജീവിതം ആഗ്രഹിച്ചിരുന്ന, ഒരുപാട് തരത്തിലുള്ള പോസിറ്റീവ്നെസ് ഉണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു റോയി. അദ്ദേഹം അത്തരത്തിൽ ആത്മഹത്യ ചെയ്യണമെങ്കിൽ അതിന് കൃത്യമായ കാരണമുണ്ടാകണം. ഇപ്പോൾ നമ്മൾ കാണുന്നത് CJ റോയിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി അയച്ച ഒരു കത്താണ് സെൻട്രൽ കേന്ദ്രത്തിന്. അതിൽ ജുഡീഷ്യൽ അന്വേഷണം അടക്കം വേണമെന്നുള്ള ആവശ്യം മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇതിനിടയിലാണ് റോയിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ ചില കാര്യങ്ങൾ പരാമർശിച്ചിട്ടുണ്ട്. ഡയറിക്കുറിപ്പ് അതൊരു ആത്മഹത്യാക്കുറിപ്പായി തന്നെ കാണണമെന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതിൽ വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, താൻ ബിസിനസ്സിൽ നേരിട്ടിരുന്ന സമ്മർദ്ദം, വിദേശ ബിസിനസ്സുകളുണ്ടായ നഷ്ടങ്ങൾ, ഈ റെയ്ഡുമായി ബന്ധപ്പെട്ട് അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം, ബിസിനസ്സിലെ മറ്റ് ചില പ്രതിസന്ധികൾ എന്നിവയെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. കുടുംബാംഗങ്ങൾക്ക് ചില സൂചനകൾ റോയി ഈ കത്ത് വഴി, ഈ ഡയറിക്കുറിപ്പ് വഴി നൽകിയിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതാണ് വിശദാംശങ്ങൾ. നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകണം. ഇന്നലെയാണ് കേന്ദ്ര ബജറ്റ് പ്രഖ്യാപിച്ചത്. ആ ബജറ്റിൽ കേരളത്തിൻ്റെ അതിവേഗ റെയിൽ സ്വപ്നങ്ങൾക്ക് മേൽ ഒരു വലിയ തിരിച്ചടി ഉണ്ടായിരുന്നു. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ E. ശ്രീധരൻ, അദ്ദേഹമാണ് ആദ്യം അതിവേഗ റെയിൽ പാതയുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനം നടത്തിയത്. ആ പ്രഖ്യാപനത്തിൽ കേരളത്തിന് പറ്റുന്ന തരത്തിലുള്ള ഒരു സ്പീഡ് റെയിൽ പദ്ധതി അദ്ദേഹം പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട ഓഫീസ് ഇപ്പോൾ പൊന്നാനിയിൽ തുറക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ആദ്യഘട്ടത്തിൽ അദ്ദേഹം വിഭാവനം ചെയ്തത് ഇത്തരം സംശയങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ പ്രേക്ഷകർ ക്ഷമിക്കണം, ഈ പൊതുജനങ്ങൾക്ക് സംശയമുണ്ടാകുമല്ലോ, അത് ദൂരീകരിക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ നടത്തും. യോഗങ്ങളടക്കം വിളിച്ചു ചേർക്കും. ഈ റെയിൽപാത കടന്നു പോകുന്ന സ്ഥലങ്ങളിലെ ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുമ്പോൾ എതിർപ്പുണ്ടാകരുത്. കേരളത്തിന് ഇതിൻ്റെ ആവശ്യകത എന്താണ് എന്ന കാര്യം ബോധ്യപ്പെടുത്തും. അതിനുശേഷം മറ്റു കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമെന്നാണ്. ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞ ഒരു പരാമർശം അതേറെ കൗതുകകരമായി തോന്നി. ഒന്ന്,
ഇന്നലെ പ്രഖ്യാപിച്ച 5 സംസ്ഥാനങ്ങൾക്ക് വേണ്ടി പ്രഖ്യാപിച്ച അതിവേഗ ഇടനാഴിയുടെ ഗുണം കേരളം ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങൾക്കും ലഭിക്കുമെന്നാണ് റെയിൽ മന്ത്രി പറഞ്ഞത്. നമുക്കറിയാം, തൊട്ടടുത്ത കർണാടകയ്ക്കും തമിഴ്നാടിനും ഈ അതിവേഗ റെയിൽ കോറിഡോറിൻ്റെ ഗുണം ലഭിക്കുമെങ്കിലും കേരളത്തിന് കൂടി അത് ലഭിക്കുമെന്ന് പറഞ്ഞു വെക്കുമ്പോൾ അതിൽ കേരളത്തിന് അതിവേഗ റെയിൽപാത ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ കൃത്യമായ മറുപടിയില്ല. മലയാളികൾ, അതായത് മറ്റു സംസ്ഥാനങ്ങളിൽ മലയാളികൾ പോകുമ്പോൾ ആ മലയാളികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ഗുണം ലഭിക്കുമെന്നാണ് മന്ത്രി പറഞ്ഞത്. ഈ വാദം ഏറെ കൗതുകകരമായി തോന്നി. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തത കേന്ദ്ര റെയിൽവേ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആ സ്ഥലത്താണ് ഇന്നിപ്പോൾ ഈ ഓഫീസുമായി ബന്ധപ്പെട്ട പ്രാരംഭ പ്രവർത്തനങ്ങൾ ഇതിൻ്റെ ഈ ശ്രീധരൻ മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണ്. പൊന്നാനിയിൽ ഇപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ചടങ്ങ് നടക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. പദ്ധതിയെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തുക, സംശയങ്ങൾ ദൂരീകരിക്കുക എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനം. ഫെബ്രുവരി 15 മുതലാകും ഇതുമായി ബന്ധപ്പെട്ട യോഗങ്ങൾ ഈ ശ്രീധരൻ വിളിച്ചു ചേർക്കുക എന്ന് മനസ്സിലാക്കുന്നു. ആദ്യ യോഗം മലപ്പുറത്ത് തന്നെയാകും ഉണ്ടാവുക എന്നുമാണ് വ്യക്തമാകുന്നത്. CV അനുമോദ്, ഈ ശ്രീധരൻ്റെ മുന്നിൽ അദ്ദേഹം ഇന്നലെയും പറഞ്ഞത് ബഡ്ജറ്റിൽ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട, കാരണം അങ്ങനെ ഒരു ഉറപ്പ് കേന്ദ്രം നൽകിയിട്ടില്ല. പക്ഷേ വരും ദിവസങ്ങളിൽ തുടർ പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ടടക്കം അനുവദിച്ചേക്കാം, മറ്റു ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ വന്നേക്കാം. നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയുടെയും നമ്മുടെ രാഷ്ട്രപതിയുടെയും അടക്കം ഫോട്ടോ വെച്ചുള്ള ഓഫീസിൻ്റെ പ്രവർത്തനം അത് ആരംഭിക്കുകയാണ്. എന്താണ് മനസ്സിലാക്കേണ്ടത്? എന്താണ് ഈ ശ്രീധരൻ ഇതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത്? രഞ്ജിത്ത്, പൊന്നാനിയിൽ DMRCയുടെ ഹൈസ്പീഡ് റെയിൽ പ്രൊജക്റ്റിൻ്റെ ഓഫീസിൻ്റെ ഉദ്ഘാടന ദൃശ്യങ്ങളാണ് നമ്മൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. പൊന്നാനിയിൽ ഈ ശ്രീധരൻ്റെ വീടിന് തൊട്ടടുത്ത് തന്നെയാണ് ഒരു വീട്ടിൽ ഈ ഒരു ഓഫീസ് സജ്ജീകരിച്ചിരിക്കുന്നത്. ശ്രീധരൻ്റെ ഭാര്യ രാധ ശ്രീധരനാണ് ഇവിടെ വിളക്ക് കൊളുത്തിയത്. ഇപ്പോൾ അദ്ദേഹം ഇവിടെയുണ്ട്. നമുക്ക് കാണാം, പ്രാർത്ഥനകളോടെ തൻ്റെ ഒരു വലിയ പ്രധാനപ്പെട്ട ദൗത്യം അതിലേക്ക് കടക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് അദ്ദേഹം മറുപടി നൽകി കഴിഞ്ഞിരുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ സമീപനവും അതുപോലെ കേന്ദ്ര ബജറ്റിൽ ഇത് ഉൾപ്പെടാത്തതിൻ്റെ കാരണമൊക്കെ അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. നമുക്ക് അതിൻ്റെ അദ്ദേഹം എന്താണ് പറയുന്നത് എന്നതുകൂടി പ്രേക്ഷകരിലേക്ക് എത്തിച്ചതിന് ശേഷം തിരിച്ചെത്താമെന്നാണ് കരുതുന്നത്. അദ്ദേഹത്തോട് സംസാരിക്കാനുള്ളൊരു സാധ്യത നമുക്ക് ശ്രമിക്കാം. തീർച്ചയായും ഈ ശ്രീധരൻ്റെ അതിവേഗ റെയിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതീക്ഷാ നിർഭരമായ ഒരു ചടങ്ങ് കൂടിയാണ് ഇത്. വളരെ പെട്ടെന്ന് ഈ വിഷയത്തിൽ ഒരു വ്യക്തത അദ്ദേഹം വരുത്തുമെന്ന് പ്രതീക്ഷിക്കണം. ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പം എന്തൊക്കെയായിരിക്കും അതിൻ്റെ വളക്ക് ഇതാവോ? അതൊക്കെ പിടിക്കാം. ടേബിളിൽ അങ്ങ് വെച്ചാൽ പോലെ ടേബിളിലേക്ക് അങ്ങ് വെക്കാമോ? അത് ടേബിളിലേക്ക് ഇല്ല കുഴപ്പമില്ല. സാർ, എന്തൊക്കെയാണ് ഇനിയുള്ള? ഇപ്പോൾ ഓഫീസിൽ ഞങ്ങൾ കയറി ഓഫീസ് തുറന്നു. സ്റ്റാഫ് വളരെ ആൾക്കാരെ വിളിച്ചിട്ടുണ്ട്, പക്ഷെ എല്ലാവരും എത്തിയിട്ടില്ല. ഓരോരുത്തരെയും വന്ന് ചേരും. ഇന്ന് മുതൽക്ക് ശരിക്കും ഒഫീഷ്യലായിട്ട് ഞങ്ങൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യണം. ഇന്ന് മുതൽ സെക്കൻഡ് ഞാനിപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞതിന് ശേഷം എൻ്റെ സ്റ്റാഫായിട്ട് അവരോട് ഓരോരുത്തർക്ക് എന്തെല്ലാം ചെയ്യേണ്ട ആവശ്യം, എങ്ങനെ ചെയ്യേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കും. ഞങ്ങളുടെ വലിയ ഒരു ഉപദേശം അവർക്ക് ചെയ്യാനുള്ളത് എന്താ വെച്ചാൽ, നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നാട്ടുകാർക്കൊരു ഉപദ്രവം ഉണ്ടാവരുത്. എന്ത് ചെയ്താലും അവർക്ക് ക്ലാശകരമായ ഒരു സാധനം ചെയ്യരുത്. വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനുള്ള പ്രതിവിധി കാണണം. അതാണ് നമ്മുടെ ആവശ്യം. അങ്ങനെയുള്ള ഒരു കൾച്ചർ അവർക്ക്
ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ ടൈം ഈസ് മണി. ഇവിടെ വേഗം പണി കഴിഞ്ഞില്ലയോ പണം ജാസ്തിയാവുകയുള്ളൂ. കാരണം വേഗം പണി തീർക്കാനുള്ള എങ്ങനെ ചെയ്യേണ്ടത്, എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു കൊടുക്കും ഞാൻ. ഇതിപ്പോൾ ഞാൻ പഴയ DPR പ്രിപ്പയർ ചെയ്ത ആളാണ്. ഇത് ഫസ്റ്റ് ടൈം ഒന്നുമല്ല. ആൻഡ് ദി ബിഗ്ഗസ്റ്റ് DPR വാസ് ഫോർ കൊങ്കൺ റെയിൽ. അതൊക്കെ എങ്ങനെ ഉണ്ടാക്കിയത് അതിനൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കും അവർക്ക്. പിന്നെ ഒന്നുള്ളത് ഈ ഞങ്ങളുടെ ആക്ച്വൽ ഫീൽഡ് വർക്ക് അത് ഒരു ജൂൺ 1 ആകുമ്പോഴേക്കും തീർക്കണമെന്നാണ് എൻ്റെ വിചാരം. കാരണം അപ്പോഴേക്കും മഴ വരുമോ? നല്ല മഴ. അപ്പോൾ ഏപ്രിൽ എൻഡ് മെയ് ആയിട്ട് ഫീൽഡ് വർക്ക് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. അതിനുള്ള ഏജൻസി ഫിക്സ് ചെയ്യും. അലൈൻമെൻറ്റ് എങ്ങനെയൊക്കെ പോകേണ്ടത് അതൊക്കെ ഇന്നൊക്കെ തീർച്ചയാക്കും. ഇപ്പോൾ ഏതൊക്കെ സ്റ്റേഷനാണ് വേണ്ടതെന്ന് ഞാൻ തീർച്ചയാക്കുള്ളൂ. അതിന് ലിസ്റ്റ് നിങ്ങൾക്ക് തന്നില്ലല്ലോ അല്ലേ? ഏതൊക്കെ സ്റ്റേഷനാണ് വേണ്ടതെന്ന് തീർച്ചയാക്കും. ഈ സ്റ്റേഷൻ എവിടെ ലൊക്കേറ്റ് ചെയ്താൽ അവർ പോയി നോക്കുമ്പോൾ ഓരോരുത്തരായിട്ട് അത് എലിവേറ്ററാണോ അണ്ടർഗ്രൗണ്ട് ആണോ അത് നോക്കിയിട്ട് വരും. എന്നിട്ട് സ്റ്റേഷൻ ടു സ്റ്റേഷൻ എങ്ങനെയാണ് പോകേണ്ടത് അത് ഞങ്ങൾ പ്ലാൻ ഉണ്ടാക്കും. ഉടനെ ഇപ്പോൾ ഗൂഗിളിലോ അല്ലെങ്കിൽ സർവേ ഓഫ് ഇന്ത്യയുടെ മാപ്പ് മേടിച്ചിട്ടോ അത് വരച്ചിട്ടാണ് കൈകൊണ്ട് വരയ്ക്കും. എന്നിട്ട് ഇവർ ഓരോരുത്തരും പോയിട്ട് അതുകൂടെ നടന്നു പോയി നാട്ടുകാരൊന്നും അറിയില്ല കേട്ടോ. നാട്ടുകൂടെ നടന്നു പോയിട്ട് അങ്ങോട്ട് മാറ്റം എങ്ങനെയാണ് തിരിച്ചറിയിട്ട് വരും. അത് ശരിക്കും ഞാൻ പറഞ്ഞില്ലേ നമുക്ക് 22 സ്റ്റേഷനാണ്. അപ്പോൾ 21 ഗ്യാപ്സാണ്. 21 ഗ്യാപ്സും ഇങ്ങനെ നടന്നിട്ട് അത് ഫൈനലൈസ് ചെയ്യണം. ഓരോ ഗ്യാപ്പിൽ 20 കിലോമീറ്റേഴ്സ് ഉള്ളൂ. എനിക്ക് 2 ദിവസം കൊണ്ട് കഴിയാനുള്ള പണിയല്ലോ അവർക്ക്. അതിന് അവർക്ക് അതിനുള്ള അഡ്വൈസ് കൊടുക്കും എന്തൊക്കെയാണ് നോക്കേണ്ടത്, എങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ സർവേ പാർട്ടീസ് ഉള്ളിൽ വരും. സർവേ പാർട്ടീസ് വരുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് എല്ലാം നാട്ടുകാരെ കയ്യിലെടുക്കണം. അവരെ ഫുൾ ട്രസ്റ്റ് ഞങ്ങൾക്ക് വേണം. അങ്ങനെയുള്ള ഏർപ്പാട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ പിന്നെ ഒന്നും പഠിക്കില്ല. ശരിക്കും ആക്ച്വൽ സർവേ ഞങ്ങൾ മാനുവലായിട്ട് ചെയ്യാൻ പോവാം. ഇതൊന്നുമല്ല ലിഡാർ സർവേ എന്നല്ല, മാനുവലായിട്ട് ഓരോ 50 മീറ്റർ 100 മീറ്റർ ചെയ്തിട്ട് സെൻട്രൽ പില്ലർ മാത്രമേ പഠിക്കുള്ളൂ. അയക്കുമ്പോൾ സെൻട്രലായിട്ട് പോകണം, പില്ലർ മാത്രമേ അടിക്കുള്ളൂ. അത് മാക്സിമമായി അതടിച്ച് നോക്കും. എന്നിട്ടാണ് അതിന് ശേഷമാണ് ഈ ലാൻഡ് അക്വിസിഷൻ എത്ര വേണ്ട അതിനൊരു പെഗ് അടിക്കുകയുള്ളൂ. നമ്മൾ ഈ യെല്ലോ കല്ലൊന്നും പോയി ഇടാൻ പോകുന്നില്ല. എപ്പോൾ തൽക്കാലം ഇടും, ഒരു സമയത്തിടും. അത് കാര്യമായിട്ട് ഏതൊക്കെ ലാൻഡാണ് വരുന്നത്, അത് ഏതാണ്ട് എത്ര ഞങ്ങളുടെ ലയബിലിറ്റി എത്ര ഉണ്ടാകുന്നത് റിക്വയറി ആണെങ്കിൽ ഈ ലാൻഡ് അക്വിസിഷനും കൂടി ഞങ്ങൾ വലിയ റിജിഡായിട്ട് പോകില്ല. ഞങ്ങൾക്ക് 20 മീറ്റർ വിട്ടു പോകണം. എല്ലാവരും 20 മീറ്റർ വേണമെന്നില്ല. ചില 18 മീറ്റർ ആയാലും മതി, ചില 10 മീറ്റർ ആയാലും മതിയാവും. അത് അവിടെ നാട്ടുകാരുടെ ഇതുമായിരിക്കും. ഒരാൾക്ക് വീട് ഒരു 2 മീറ്റർ സേവ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ വീട് സേവ് ചെയ്തെന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ ശരിക്കും അത് സേവ് ചെയ്ത് കൊടുക്കും. ആ 2 മീറ്ററിലുള്ള ആളുടെ വീട് പൊളിക്കാൻ പറയില്ല. അങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറയും. അത് ഞങ്ങൾ എൻജിനീയേഴ്സ് ചെയ്യാം. അവർക്ക് അതിനുള്ള ഇതുണ്ട്, ഒരു എങ്ങനെയെന്താ ചെയ്യുന്നത് അറിയാം അവർക്ക്. അപ്പോൾ ജൂൺ ആകുമ്പോഴേക്കും ഞങ്ങളുടെ ഫീൽഡ് വർക്ക് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. ഫീൽഡ് വർക്ക് മീൻസ് ടോപ്പോ സർവേ, ഫുഡ് സർവേ, അത് കഴിഞ്ഞിട്ട് ഈ സോയിൽ സർവേ, അത് ആ പണിയും ചെയ്യും. സോയിൽ സർവേക്കൊന്നും അധികം അതിന് സർവേ ചെയ്യാനൊക്കെ ഞങ്ങൾ 7, 8, 5, 6 പാർട്ടീസിന് നിയമിക്കും. അല്ലെങ്കിൽ ഒപ്പം അതുകൊണ്ട് ഡിലേ വരില്ല. അത് കഴിഞ്ഞാൽ ആ ഡാറ്റ പിന്നെ വന്നാൽ പിന്നെ ഓഫീസ് വർക്കാ കാര്യമായിട്ട്. ഇതിനു മുമ്പ് തന്നെ ഞാൻ ഇവിടേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ എലിവേറ്റഡ് സെക്ഷനിലോ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ 70% എലിവേറ്റഡ് ആയിരിക്കുന്നത്. ആ എലിവേറ്റഡ് സെക്ഷനിൽ വാട്ട് ഈസ് ദി ബെസ്റ്റ് ടൈപ്പ് ഓഫ് സ്ട്രക്ചർ റിക്വയർഡ്. അത് ഒന്നാമത് സ്ട്രക്ചർ ഷുഡ് ബി സ്ലീക്ക്, സ്ലിം, എസ്തെറ്റിക്.
വലിയ ഹ്യൂജ് ഈ ശ്രീധരൻ അതിവേഗ റെയിൽ പാതയുമായി മുന്നോട്ട് പോവുകയാണ്. റെയിൽവേയിൽ നടക്കം വിരമിച്ച 12ഓളം ആൾക്കാരെ തന്റെ ജീവനക്കാരായി നിയമിച്ചുകൊണ്ട് പൊന്നാനിയിൽ ഇപ്പോൾ ഓഫീസ് ആരംഭിച്ചിരിക്കുന്നു. പ്രാരംഭ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഫീൽഡ് സർവേ അടക്കം ആരംഭിക്കും. യോഗങ്ങൾ വിളിച്ചു ചേർത്ത് പൊതുജനങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കും. ഇതൊക്കെയാണ് പ്രാഥമികമായി ഈ ശ്രീധരൻ്റെ ഇപ്പോഴത്തെ നടപടികൾ. ഏതായാലും സ്പീഡ് റെയിലുമായി മുന്നോട്ട് പോകും. കേന്ദ്ര സർക്കാരിൻ്റെ പിന്തുണ ഈ വിഷയത്തിൽ എത്രത്തോളം ഉണ്ടാകും? കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഇതുമായി ബന്ധപ്പെട്ട് ചില പ്രസ്താവനകൾ നടത്തിയിരുന്നു. അദ്ദേഹത്തെ കണ്ട് ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരം നീക്കങ്ങൾ എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ ശ്രീധരൻ്റെ ഭാര്യയാണ് ഈ ഓഫീസിന് വിളക്ക് കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചത്. നമുക്ക് മറ്റ് പല പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് വരണം. ഒന്ന്, എപ്സ്റ്റീൻ വിവാദത്തിൽ നരേന്ദ്രമോദിയുടെ പേരുണ്ട് എന്ന വിവരം പ്രതിപക്ഷം വലിയ ആയുധമാക്കി. അമേരിക്കയിലും ലോകത്താകെയും വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റ് ഉയർത്തിയ ഒന്നാണ് എപ്സ്റ്റീൻ ഫയലുകൾ. ഏതാണ്ട് 7 ലക്ഷത്തോളം പേജുകളുള്ള ഈ ഫയലുകളുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരുമുണ്ട് എന്ന വിവാദമാണ് കത്തിപ്പടരുന്നത്. ഒരു ഇമെയിലിലെ പരാമർശത്തിൽ ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീൻ മോദിയുടെ പേര് പരാമർശിച്ചിട്ടുണ്ടെന്ന വിവരമാണ് പുറത്തു വന്നത്. കാരണം മോദി തൻ്റെ ഉപദേശം സ്വീകരിച്ചു എന്ന് എപ്സ്റ്റീൻ പറയുന്നു എന്നാണ് വിവരങ്ങൾ വരുന്നത്. ഇത് പ്രതിപക്ഷമാണ് പ്രധാനമായും ഉന്നയിച്ചിരിക്കുന്നത്. തൻ്റെ നിർദ്ദേശപ്രകാരമാണ് നരേന്ദ്രമോദി ഇസ്രായേലിൽ പോയത് എന്നുള്ള തരത്തിലാണ് കാര്യങ്ങൾ. ഒപ്പം അമേരിക്കൻ പ്രസിഡന്റിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തതെന്നും അതുകൊണ്ട് ഗുണമുണ്ടായെന്നും പരാമർശമുണ്ട്. എന്നാൽ എന്തു പ്രയോജനമാണ് ഇതുകൊണ്ട് ഉണ്ടായത് എന്ന് മേലിൽ വ്യക്തമാക്കിയിട്ടില്ല. മോദിയുടെ പേര് ഇത്തരത്തിൽ എപ്സ്റ്റീൻ ഫയലിലുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെ കോൺഗ്രസ് വലിയ രാഷ്ട്രീയ വിവാദം ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തിയിട്ടുണ്ട്. മോദി എന്തിനാണ് എപ്സ്റ്റീൻ്റെ ഉപദേശം കേട്ടതെന്നാണ് കോൺഗ്രസിന്റെ ചോദ്യം. ഇതിലൂടെ എന്ത് പ്രയോജനമാണ് ഉണ്ടാക്കിയത് എന്ന് വിശദീകരിക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെടുന്നു. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു പരാമർശത്തെ പൂർണ്ണമായും തള്ളുകയാണ് BJP, പ്രത്യേകിച്ച് വിദേശകാര്യ മന്ത്രാലയം. ഇത് പിന്നീട് ഈ മെയിലിലടക്കം മോദിയുടെ ഇപ്പോഴത്തെ പേരും പ്രശസ്തിയും ഇടിക്കാനായി കൂട്ടിച്ചേർത്ത കാര്യങ്ങളാണ് എന്നാണ് BJPയുടെ പരാമർശം. ഇത് എപ്സ്റ്റീൻ്റെ പരാമർശങ്ങൾ വെറും ജൽപ്പനങ്ങളാണ് എന്നും വിദേശകാര്യ മന്ത്രാലയം പ്രതികരിക്കുന്ന പശ്ചാത്തലമുണ്ടായി. ഇത് അവജ്ഞയോടെ തള്ളിക്കളയുകയാണ് കേന്ദ്രം. ഏതായാലും ഈ വിഷയം പ്രതിപക്ഷം വലിയ രാഷ്ട്രീയ ആയുധമാക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ആരാണ് എപ്സ്റ്റീൻ എന്നുകൂടി നമുക്കൊന്ന് പരിശോധിക്കണം. ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു സുപരിചിതമായ നാമമായി എപ്സ്റ്റീൻ മാറിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. സിനിമാ കഥകളെ വെല്ലുന്ന ജീവിതമാണ് എപ്സ്റ്റീൻ്റേത്. ശതകോടീശ്വരനായിരുന്നു, പിന്നീട് ലൈംഗിക കുറ്റവാളിയായി മാറുന്നു. മൺമറഞ്ഞ വിവാദ വ്യവസായിയാണ്. പല കോടീശ്വരന്മാർക്കായി വിരുന്നുകളും നിശാപാർട്ടികളും സംഘടിപ്പിക്കുന്നു. പിന്നീട് സെലിബ്രിറ്റികൾക്കും ഉന്നത രാഷ്ട്രീയക്കാർക്കും മറ്റും ലൈംഗിക ആവശ്യങ്ങൾക്കായി പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ എത്തിച്ചു കൊടുക്കുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. 2008 ഒടുവിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗിക തൊഴിലിന് പ്രേരിപ്പിച്ചു എന്ന കുറ്റത്തിന് ഇത്തരത്തിൽ എപ്സ്റ്റീൻ ജയിലിലാകുന്നു. പിന്നീട് വളരെ പെട്ടെന്ന് ജയിൽ മോചിതനാകുന്നു. വീണ്ടും 2019 ജയിലിലാകുന്ന പശ്ചാത്തലമുണ്ട്. തൊട്ടടുത്ത മാസം ജൂണിലാണ് ജയിലിലാകുന്നത്. തൊട്ടടുത്ത മാസം എപ്സ്റ്റീൻ ജയിലിൽ വെച്ച് തന്നെ മരിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോഴും പല ദുരൂഹതകളും ഇപ്പോഴും പുറത്തു വരാനുള്ള ഒരു പശ്ചാത്തലമുണ്ട്. ഇയാൾ ഇത്തരത്തിൽ ലോകമെമ്പാടുമുള്ള നിരവധി നേതാക്കളെ, ട്രംപിനെ അടക്കം കുരുക്കിയതാണ് ഇയാളുടെ ഫയലുകൾ എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ മോദിയുടെ പേരും ഇതിൽ വരുമ്പോൾ അതിൽ എത്രത്തോളം സത്യാവസ്ഥയുണ്ട് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. കാരണം ഇത് കൂട്ടിച്ചേർത്തതാകാം, അല്ലെങ്കിൽ അതിന് യാതൊരു തെളിവുകളും ഹാജരാക്കാൻ പ്രതിപക്ഷത്തിന് സാധിക്കാത്ത പശ്ചാത്തലമൊക്കെ ഉണ്ട്. KP അഭിലാഷ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമായി ചേരണം. അഭിലാഷ്, ഇതിപ്പോൾ ഒരു രാഷ്ട്രീയ ആയുധമായി കേവലം കണ്ടാൽ മതിയോ പ്രതിപക്ഷത്തിൻ്റെ? മറ്റ് യാതൊരു തരത്തിലുള്ള സൂചനകളും പുറത്തു വരുന്നില്ലല്ലോ. ഇതിനെ ആ തരത്തിൽ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാനും പറ്റും. നിരവധി ലോക നേതാക്കളുടെ പേര് വരുമ്പോൾ ഇങ്ങനൊരു പേര് കൂടി ചേർത്ത് വെച്ചാൽ അതൊരു ആയുധമാക്കി മാറ്റാനും സാധിക്കും. രഞ്ജിത്ത്, മൈക്രോസോഫ്റ്റ് സ്ഥാപകനായിരുന്ന ബിൽ ഗേറ്റ്സ് റഷ്യൻ പെൺകുട്ടികളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുവെന്നും അതേ തുടർന്ന് അദ്ദേഹത്തിന് ലൈംഗിക രോഗം ഉണ്ടായിരുന്നു എന്ന തരത്തിലുമുള്ള എപ്സ്റ്റീൻ രേഖകൾ പുറത്തു വന്നതോടുകൂടിയാണ് എപ്സ്റ്റീൻ എന്ന പേര് സജീവമാവുകയും അത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തത്. രഞ്ജിത്ത് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ലൈംഗിക കുറ്റവാളിയായി അമേരിക്കയിൽ ജയിലിൽ കഴിയുന്ന എപ്സ്റ്റീൻ 2019 ആത്മഹത്യ ചെയ്യുകയും പിന്നീട് ഇപ്പോൾ US നീതികാര്യ മന്ത്രാലയമാണ് എപ്സ്റ്റീൻ റിപ്പോർട്ട് എന്ന തരത്തിലുള്ള എപ്സ്റ്റീൻ ഫയലുകൾ എന്ന തരത്തിലുള്ള
ഇമെയിലുമായി ബന്ധപ്പെട്ട ഡേറ്റകൾ പുറത്തുവിടുകയും ചെയ്തത്. ഇതിൽ നിരവധി ലോക നേതാക്കളുടെ പേരുകൾ ഉൾപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതിൽ ആണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേര് കൂടി ഉൾപ്പെട്ടിട്ടുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ നിർദ്ദേശപ്രകാരം ആണ്, തന്നോട് ഉപദേശം സ്വീകരിച്ചതിന് ശേഷമാണ് ഇസ്രായേലിൽ സന്ദർശനം നടത്തിയത് എന്നും ഇത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വേണ്ടിയാണ് ഇത്തരത്തിൽ സന്ദർശനം നടത്തിയത് എന്നുമാണ് ഈ എപ്സ്റ്റീൻ ഫയലിൽ ഉള്ളത്. എന്നാൽ ഈ എപ്സ്റ്റീൻ ഫയലിന്റെ ആധികാരികത സംബന്ധിച്ച് ഇപ്പോഴും കൃത്യത ഒന്നുമില്ല. അധികാരം സംബന്ധിച്ച് വിവരമില്ലാത്ത അല്ലെങ്കിൽ ധാരണയില്ലാത്തൊരു ഫയലാണ്. ശ്രീ മോഹൻ വർഗീസ് ടെലിഫോൺ ലൈനിലുണ്ട്, വിദേശകാര്യ വിദഗ്ധൻ. ശ്രീ മോഹൻ വർഗീസ്, ഇപ്പോൾ ഈ വിഷയത്തിൽ ഇത്തരമൊരു വിവാദം വരുമ്പോൾ അത് പ്രതിപക്ഷം ഒരു രാഷ്ട്രീയ ആയുധമാക്കുന്നുണ്ട്. പാർലമെന്റിലടക്കം ഈ വിഷയത്തിൽ ഇന്ന് ഒരുപക്ഷെ പ്രതിപക്ഷം പ്രതിഷേധം ഉയർത്തിയേക്കാം. എന്തെങ്കിലും ആധികാരികതയുള്ള ഒരു കാര്യമായി ഇതിനെ കാണാൻ സാധിക്കുമോ? ഈ ഘട്ടത്തിൽ എപ്സ്റ്റീൻ ഫയലിന്റെ ആധികാരികത വലിയ ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാത്രമല്ല, ലോകത്തെ ഒട്ടുമിക്ക ഉന്നത നേതാക്കൾ, ബിസിനസ്സുകാർ എല്ലാം തന്നെ ഈ ഫയലിൽ ഏതെങ്കിലും രീതിയിൽ മിന്നി മറഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ട് നാളിതുവരെ ആരോപണ വിധേയൻ ഒരു രീതിയിലും അഴിമതിയോ മറ്റു കാര്യങ്ങളോ ആയി ബന്ധപ്പെട്ട ആരോപണങ്ങൾക്ക് വിധേയനാവാത്ത ഒരാളാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ പേര് ഈ ഫയലിൽ പ്രത്യക്ഷപ്പെടുന്നു എന്ന് പറയുന്നത് മാത്രമല്ല ഇവിടെ അടിസ്ഥാന വിഷയം. ഇവിടെ ഇന്ത്യയുടെ വിദേശ നയത്തെ സ്വാധീനിക്കാവുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ പ്ലെയർ, വ്യക്തിഗത ആക്ടർ തയ്യാറാകുമോ? അങ്ങനെ തയ്യാറായാൽ അതനുസരിക്കാൻ തക്ക ഒരു സംവിധാനമാണോ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം? നോക്കൂ, ഇസ്രായേലുമായി ഇന്ത്യ അടുക്കുന്നതിന് പിന്നിൽ എപ്സ്റ്റീനാണ്, അത് അമേരിക്കയ്ക്ക് വേണ്ടിയാണ് എന്ന രീതിയിലാണ് വ്യാഖ്യാനങ്ങൾ പോകുന്നത്. അമേരിക്കയുടെ പ്രത്യേക താല്പര്യപ്രകാരം അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രത്യേക താല്പര്യപ്രകാരം ഇസ്രയേലുമായി അടുക്കുകയും ഇസ്രയേലുമായുള്ള അടുപ്പം മുതലാക്കിക്കൊണ്ട് അമേരിക്കയുടെ അകത്തളങ്ങളിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുക എന്ന ഇന്ത്യയുടെ തന്ത്രം, ഇതാണ് എപ്സ്റ്റീൻ ഫയലിലൂടെ എപ്സ്റ്റീൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇത് നോക്കൂ, ഇത് പുറത്തുവിട്ട സമയം നോക്കൂ, ഇത് പുറത്തുവിട്ട സാഹചര്യം നോക്കൂ. ഇത് അമേരിക്കൻ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ്, നീതിന്യായ വകുപ്പാണ് എപ്സ്റ്റീൻ ഫയലുകൾ. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ഈ ചില ഘട്ടങ്ങളിലാണ് പുറത്തുവിടുന്നത്. നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട രേഖകൾ പുറത്തു വരുന്നത് ഇപ്പോഴാണ്. അത് കഴിഞ്ഞ 2 ദിവസമായി ചൂട് പിടിച്ച ചർച്ചകളിലുമാണ്. കാരണം ഇപ്പോഴത്തെ പ്രത്യേകത, അമേരിക്ക ഇന്ത്യ ബന്ധങ്ങളിൽ വ്യാപാര യുദ്ധം ഒരു നിർണായക ഘടകമാണ്. ഇന്ത്യ യൂറോപ്പ് ട്രേഡ് ഡീൽ, ഇന്ത്യ EU ട്രേഡ് ഡീല് യാഥാർത്ഥ്യമാകുന്നു. അങ്ങനെ വരുമ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ പ്രതിരോധത്തിലാക്കേണ്ടത്, ഇന്ത്യയുടെ ഭരണകൂടത്തെ പോലും പ്രതിരോധത്തിലാക്കേണ്ടത് ഒരു ആവശ്യമായി വരുന്നു എന്ന് കാണാം. അങ്ങനെയാണെങ്കിൽ നരേന്ദ്രമോദി ഉൾപ്പെടെ, അദ്ദേഹത്തിനുൾപ്പെടെ ചില വ്യക്തിപരമായ താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇന്ത്യയുടെ ചില സ്ഥാപിതമായ താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു. അത് എക്സ്പോസ് ചെയ്ത് കാട്ടുക എന്ന ഒരു ഗൂഢലക്ഷ്യം ഇതിന്റെ പിന്നിലുണ്ടോ എന്ന് ന്യായമായും സംശയിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ ഘട്ടത്തിൽ ആ ഫയലുകൾ പുറത്തു വരുന്നത്. 6 ലക്ഷത്തോളം പേപ്പേഴ്സാണ്, പേജുകളാണ് ഈ ഫയൽ. 6 ബില്യൺ പേജുകളാണ്. അത് വലിയ ഒരു 300 ഗിഗാബൈറ്റ്സ് ആണ് ഫയൽ സൈസ് എന്ന് പറയുന്നത്. അപ്പൊ അത്രയും വലിയ ദീർഘമായ ഫയലുകൾ, അതിൽ ഇമെയിൽ സംഭാഷണങ്ങളുണ്ട്, മറ്റ് ഡോക്യുമെന്റ്സ് ഉണ്ട്, യാത്രയുമായി ബന്ധപ്പെട്ട, ഫ്ലൈറ്റ് യാത്രയുമായി ബന്ധപ്പെട്ട വിവരങ്ങളുണ്ട്. എപ്സ്റ്റീൻ ആരെയെല്ലാം കണ്ടു, എപ്പോഴെല്ലാം കണ്ടു, ആരോടൊപ്പം യാത്ര ചെയ്തു, ആർക്കെല്ലാം ആതിഥ്യമരളി, എവിടെയെല്ലാം അദ്ദേഹം അതിഥിയായി പോയി, ഇതെല്ലാം തന്നെ വിവരിക്കുന്ന കാര്യങ്ങളാണ്. ഒരു സെലിബ്രിറ്റി എന്ന നിലയിൽ ഒരു വ്യവസായിയാണ്, ലൈംഗിക ആരോപണങ്ങൾ നേരിടുന്ന ലൈംഗിക കുറ്റവാളി ആയിരുന്നു. അത് മാത്രമല്ല, ഈ ചില പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലൈംഗിക ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയും പല ഉന്നതർക്കും സമർപ്പിക്കുകയും അത് വെച്ചുകൊണ്ട് ഈ ഉന്നതന്മാരെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയും അവരുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തു എന്ന വലിയ ആരോപണം നേരിടുന്ന ഒരു വ്യക്തിയാണ് ജെഫ്രി എപ്സ്റ്റീൻ. അദ്ദേഹം 2019 ദുരൂഹമായ സാഹചര്യത്തിലാണ് അമേരിക്കയിൽ വെച്ച് മരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ആത്മഹത്യയാണെന്നോ കൊല്ലപ്പെട്ടതാണെന്നോ ഒക്കെയുള്ള 2 വാദഗതികൾ ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ എപ്സ്റ്റീൻ മരിച്ചു കഴിഞ്ഞതിന് ശേഷം 6 വർഷം കഴിഞ്ഞതിന് ശേഷവും ഇപ്പോഴും എപ്സ്റ്റീൻ ഫയലുകളിലെ കാര്യങ്ങൾ വേട്ടയാടുന്നു. ഇന്ത്യയെ അത് ഒരു രീതിയിൽ നേരിട്ട് ബാധിക്കില്ല എന്നതായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന നിഗമനം. ഇപ്പോഴിതാ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പേര് വരുന്നു, ഹർദീപ് സിംഗ് പുരിയുടെ പേര് വരുന്നു. ഹർദീപ് സിംഗ് പുരി അമേരിക്ക സന്ദർശനം നടത്തുകയും അവരുടെ പെട്രോളിയം മന്ത്രാലയവുമായി ബന്ധപ്പെട്ട ചില നീക്കങ്ങൾ നടത്തുകയും ചെയ്തതായി ഉണ്ട്. അത് പ്രഥമ ദൃഷ്ടിയാ തന്നെ അത് തെറ്റാണെന്ന് കാണാം. കാരണം ഹർദീപ് സിംഗ് പുരി മന്ത്രിസഭയിൽ എത്തുന്നതിന് മുൻപുള്ള കാലത്ത്
ചില സന്ദർശനങ്ങൾ നടത്തിയെന്നും ചിലരുമായി ബന്ധപ്പെട്ടു എന്ന രീതിയിലാണ് ഇപ്പോൾ ഈ വിവരങ്ങൾ വരുന്നത്. അങ്ങനെയെങ്കിൽ ഒരു മന്ത്രിയായ പുരിയുടെയും മന്ത്രിസഭയിൽ എത്തുന്നതിന് മുൻപുള്ള പുരിയുടെയും ഡീലുകൾ വ്യത്യസ്തമാണല്ലോ. അതുകൊണ്ട് ഈ പറയുന്ന പല കാര്യങ്ങൾക്കും, എപ്സ്റ്റീൻ ഫയലിലെ പല കാര്യങ്ങൾക്കും അംബാനിമാരെ കുറിച്ച് പറയുന്ന ചില പരാമർശങ്ങളുണ്ട്. ഇതിനൊന്നും സ്ഥിരീകരണമില്ലാത്ത കാര്യങ്ങളാണ്. തീർച്ചയായും അതാണ്, സ്ഥിരീകരണമില്ലാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പക്ഷേ അപ്പോഴും പ്രതിപക്ഷം അത് വലിയ രാഷ്ട്രീയ ആയുധമാക്കുന്നുണ്ട്. നന്ദി ശ്രീ മോഹൻ വർഗീസ് ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്. നമുക്ക് മറ്റ് ഒരു വാർത്തയിലേക്ക് പോകണം. അത് ഇന്നലെ പുറത്തു വന്നതാണ്. പാകിസ്ഥാൻ തങ്ങളുടെ കുഴി സ്വയം തോണ്ടുന്നു എന്ന് മനസ്സിലാക്കണം. കാരണം ലോകകപ്പിൽ ഇന്ത്യക്കെതിരായ മത്സരങ്ങളിൽ കളിക്കില്ല എന്ന് പാകിസ്ഥാൻ പറയുമ്പോൾ, അതിൻ്റെ പ്രാഥമിക മത്സരങ്ങളിൽ കളിക്കില്ല എന്ന് പറയുമ്പോൾ ഒരു വ്യക്തതയില്ലാത്ത പ്രസ്താവനയായി ക്രിക്കറ്റ് ലോകം അതിനെ കാണുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ബംഗ്ലാദേശ് താരങ്ങൾക്കെതിരെ ഇന്ത്യയിൽ നടന്ന പ്രതിഷേധങ്ങളും സുരക്ഷാ കാരണങ്ങളും ഒക്കെ ചൂണ്ടിക്കാട്ടിയാണ് ടൂർണമെന്റിൽ നിന്ന്, ഒപ്പം ബംഗ്ലാദേശ് ഇതുമായി ബന്ധപ്പെട്ട് ടൂർണമെന്റിൽ നിന്ന് പിന്മാറിയത് മറ്റുമാണ് പാകിസ്ഥാനെ ചൊടിപ്പിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. ബംഗ്ലാദേശിന് പകരക്കാരായി സ്കോട്ട്ലൻഡിനെ ICC ഉൾപ്പെടുത്തിയ പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. ഇത് പാകിസ്ഥാനെ വല്ലാതെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ഈ ബംഗ്ലാദേശിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് പാകിസ്ഥാൻ ഇന്ത്യയുമായുള്ള മത്സരം മാത്രം, നേരത്തെ അവർ പറഞ്ഞത് ലോകകപ്പ് മത്സരങ്ങൾ പൂർണ്ണമായും ഉപേക്ഷിക്കുമെന്നാണ്, പക്ഷേ അങ്ങനെ തീരുമാനിച്ചാൽ ഒരുപക്ഷേ ICC പൂർണ്ണമായും ബംഗ്ലാദേശിനെ ഒഴിവാക്കിയേക്കാം എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ, അവർ ക്രിക്കറ്റ് ലോകത്ത് ഒറ്റപ്പെടുമെന്ന നിലയിൽ കാര്യങ്ങൾ എത്തുമ്പോൾ പുതിയ പണിയുമായി ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ് എന്നുള്ളത്. അതായത് ഇന്ത്യക്കെതിരായ പ്രാഥമിക മത്സരങ്ങൾ അവർ കളിക്കില്ല എന്ന് വ്യക്തമാക്കുന്ന പശ്ചാത്തലമാണ്. ബംഗ്ലാദേശിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്നതാണ് ലക്ഷ്യം എങ്കിൽ പോലും ഈ തരത്തിലുള്ള നീക്കം അത് പാകിസ്ഥാൻ, നമുക്കറിയാം, വലിയ നഷ്ടം ആ ക്രിക്കറ്റ് ബോർഡ് ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാകും. നമുക്കറിയാം ഏറ്റവും കൂടുതൽ വരുമാനം പാക് ക്രിക്കറ്റ് ബോർഡിനായാലും ICCക്കായാലും ലഭിക്കുന്നത് ഇന്ത്യ പാക് മത്സരങ്ങൾക്കാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വിഷയത്തിൽ ഇപ്പോൾ അവർ ഫൈനലിലോ സെമി ഫൈനലിലോ മറ്റോ എത്തിയാൽ അതിപ്പോൾ ഇന്ത്യയുമായാണ് പോരാട്ടമെങ്കിൽ എന്ത് ചെയ്യുമെന്ന കാര്യത്തിലടക്കം നിലപാട് വ്യക്തമാക്കിയിട്ടില്ല എന്നത് പ്രധാനപ്പെട്ട ഒന്നാണ്. അതിൽ ഒരു പക്ഷേ അത്തരത്തിൽ വീണ്ടും ഇന്ത്യയുമായി കളിക്കാതിരുന്നാൽ സംഭവിക്കാൻ പോകുന്ന ഒന്ന് എന്ന് പറയുന്നത് ഇന്ത്യക്ക് വാക്ക് ഓവർ ലഭിക്കും. സെമിയിലാണെങ്കിൽ ഫൈനലിലേക്ക് കടക്കും, ഫൈനലിലാണെങ്കിൽ സ്വാഭാവികമായും ചാമ്പ്യന്മാരാകും. അങ്ങനെ നിലപാടില്ലാത്ത, വ്യക്തതയില്ലാത്ത തരത്തിലുള്ള ചില നീക്കങ്ങൾ അല്ലെങ്കിൽ ചില പരാമർശങ്ങൾ പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നാണ് ഏറ്റവും നിർണായകമായ കാര്യം. പാകിസ്ഥാൻ ടൂർണമെന്റിൽ നിന്ന് പിന്മാറിയാൽ പകരം ബംഗ്ലാദേശിനെ ഉൾപ്പെടുത്താനടക്കം ICC ആലോചിച്ചു എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതും പാകിസ്ഥാൻ കണക്കിലെടുത്തു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ നമുക്കറിയാം 16-ാം തീയതിയാണ്, 15-നാണ്, ഫെബ്രുവരി 15-നാണ് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള മത്സരം കൊളംബോയിൽ നടക്കേണ്ടിയിരിക്കുന്നത്. ഈ മത്സരത്തിൽ നിന്ന് പിന്മാറുമ്പോൾ സ്വാഭാവികമായും ഇന്ത്യക്ക് 2 പോയിന്റ് ലഭിക്കും. ഈ മത്സരം നടക്കാതിരുന്നാൽ, പാകിസ്ഥാൻ പിന്മാറിയാൽ, കളിച്ചില്ല എങ്കിൽ ഇന്ത്യക്ക് 2 പോയിന്റ് ലഭിക്കും. അത് ഇന്ത്യക്ക് വലിയൊരു അഡ്വാൻറ്റേജായി മാറുകയും ചെയ്യും. ശേഷിക്കുന്ന മറ്റ് 3 മത്സരങ്ങൾ ജയിച്ചാൽ മാത്രമാണ് പാകിസ്ഥാന് ലോകകപ്പിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ സാധിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ ദുർബലമായ ടീമുകളായ നമീബിയ, നെതർലൻഡ്സ്, USA എന്നീ ടീമുകളാണ് ഇന്ത്യയും പാകിസ്ഥാനും അടങ്ങുന്ന ഗ്രൂപ്പിലുള്ളത്. ഈ 3 ടീമുകൾക്കിടെയും പാകിസ്ഥാൻ ജയിക്കുകയും മറ്റും വേണം. എങ്കിൽ മാത്രമാകും പാകിസ്ഥാന് നേരത്തെ പറഞ്ഞതുപോലെ അടുത്ത റൗണ്ടിലേക്ക് മുന്നേറാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ICC ഈ വിഷയത്തെ ഏറെ ഗൗരവതരമായി സമീപിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏകപക്ഷീയമായി ഇത്തരമൊരു തീരുമാനവുമായി പാകിസ്ഥാൻ മുന്നോട്ട് പോയാൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ആ രാജ്യം അനുഭവിക്കേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായിരിക്കും ഈ വിഷയത്തിൽ ICCയുടെ നിലപാട് എന്നുള്ളത് ഇനി കാത്തിരുന്ന് കാണേണ്ടി വരും. മത്സരം ഫെബ്രുവരി 15-ന് കൊളംബോയിലാണ്. ഇത് കളിച്ചില്ല എങ്കിൽ പോയിന്റ് നഷ്ടപ്പെടുന്ന പശ്ചാത്തലമുണ്ടായാൽ സൂപ്പർ 8ലേക്കുള്ള പാകിസ്ഥാൻ്റെ വഴി കഠിനമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും ഇന്ത്യയുമായുള്ള വെറുപ്പിൻ്റെ വല്ലാത്തൊരു തലത്തിലേക്ക് പാകിസ്ഥാൻ പോകുന്നു എന്നതിൻ്റെ സൂചനകൾ കൂടിയാണ് പുറത്തു വന്നത്. ഏതായാലും ക്രിക്കറ്റ് ലോകത്തിന് ഈ തീരുമാനം ഏറെ അപ്രതീക്ഷിതമായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഗ്രൂപ്പിലെ മറ്റ് ടീമുകൾ നേരത്തെ പറഞ്ഞ നെതർലൻഡ്സ് ഉണ്ട്, USA ഉണ്ട്, നമീബിയ ഉണ്ട്. ഇവർക്കൊക്കെ വളരെ ദുർബലമായ ടീമുകളായി അവർ മാറുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഇതിൽ അമേരിക്ക കഴിഞ്ഞ ലോകകപ്പിൽ പാകിസ്ഥാനെ അട്ടിമറിച്ച ടീമാണ് എന്ന് ഓർക്കണം. വലിയ നാണക്കേട് പാകിസ്ഥാന് സംഭവിപ്പിച്ച ഒരു ടീം കൂടിയാണ് അമേരിക്ക. അവിടെ ഈ പറഞ്ഞതുപോലെ ഇത്തരത്തിലൊരു അട്ടിമറി ഈ ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായാൽ പോലും അതും പാകിസ്ഥാന് വലിയ തിരിച്ചടിയാകും. സൂപ്പർ 8ലേക്കൊക്കെ കടക്കുന്നതിൽ അതാണ് നേരത്തെ പറഞ്ഞത്, പാകിസ്ഥാൻ സ്വയം കുഴിച്ച ഒരു കുഴിയാണ്, അതിലേക്ക് അവർ വീണുപോകുന്ന ഒരു പശ്ചാത്തലം ഒരുങ്ങുന്നുണ്ട്. ശ്രീ അജിത് കുമാർ ടെലിഫോൺ ലൈനിലുണ്ട്, ക്രിക്കറ്റ് വിശകലന വിദഗ്ധൻ. ശ്രീ അജിത് കുമാർ, ക്രിക്കറ്റ് ലോകത്തിന് അപ്രതീക്ഷിതമായിരുന്നു തീരുമാനമെന്നാണ് മനസ്സിലാകുന്നത്. ഇതിൽ എന്താണ് നമ്മൾ ICC നടപടി അടക്കം പാകിസ്ഥാനെതിരെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കണോ? ശ്രീ രംഗനാഥൻ, താങ്കൾ കേൾക്കാമെന്ന് കരുതുന്നു.
കേൾക്കുന്നുണ്ട്. എന്താണ് നമ്മൾ ഈ പെട്ടെന്നൊരു അപ്രതീക്ഷിതമായ തീരുമാനമായിരുന്നു അല്ലേ? അല്ല, അപ്രതീക്ഷിതം എന്ന് പറയാൻ സാധിക്കില്ല. പക്ഷെ അവര് മാറി നിന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ തന്നെയാണ് നാണക്കേട്. കാരണം ഒരു ലോകകപ്പ് പോലെയുള്ള ഒരു മത്സരത്തിൽ അവര് ടീം വിട്ടു നിൽക്കുക, അതും ബംഗ്ലാദേശിനെ കളിപ്പിക്കാത്തതാണ് ഒരു റീസൺ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതൊരു ന്യായമായിട്ട് ഒരിക്കലും നമുക്ക് കരുതാൻ സാധിക്കില്ല. കാരണം ഹസ്തദാനത്തെ തുടങ്ങി ഇപ്പോ മാച്ച് തന്നെ കളിക്കേണ്ടെന്ന് അവർ തീരുമാനിച്ചിരിക്കുന്ന സ്ഥിതിക്ക് പാകിസ്ഥാൻ മാറിയുന്നതുകൊണ്ട് ക്രിക്കറ്റിനൊന്നും നഷ്ടപ്പെടാനില്ല, പാകിസ്ഥാന് മാത്രമേ നഷ്ടപ്പെടാനുള്ളൂ. മറ്റുള്ള ടീമുകൾ താങ്കൾ നേരത്തെ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ പല ടീമുകളും, പുതിയ ടീമുകളും അവരുടെ താരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇപ്പൊ നബീബി ആയാലും പല ടീമുകളും നോക്കുകയാണെങ്കിൽ ഇറ്റലി വരെ കളിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ളൊരു ലോകകപ്പായിട്ട് മാറിയിരിക്കുന്നു. കൂടുതൽ ജനകീയമാണെന്ന് തോന്നുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പൊ പാകിസ്ഥാൻ കളിക്കാത്തതുകൊണ്ട് ലോകകപ്പിന് പൊലിമ നഷ്ടപ്പെടുന്ന ഒരിക്കലും തോന്നുന്നില്ല. കാരണം ഇന്ത്യ പാകിസ്ഥാൻ എന്നും ഒരു റൈവൽറി എന്ന് നമ്മൾ കരുതുന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ ക്രിക്കറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരിക്കലും ഒരു റൈവൽറിയിൽ ഒരു വൺ സൈഡഡ് ഗെയിമായിട്ട് നമ്മൾ പല മത്സരങ്ങളും കണ്ടത്. അതുകൊണ്ട് പാകിസ്ഥാൻ മാറി എന്ന് കഴിഞ്ഞാൽ അവര് രാജ്യം തന്നെ നശിച്ചുകൊണ്ടിരിക്കുന്നു, ക്രിക്കറ്റിലും പൂർണ്ണമായിട്ടും നശിക്കാൻ പോകുന്നു. മാത്രമല്ല ഈ ഇന്ത്യ പാക് മത്സരങ്ങൾക്കാണ് നമുക്കറിയാം ഏറ്റവും കൂടുതൽ വരുമാനം, സംപ്രേഷണവുമായി ബന്ധപ്പെട്ട് വരുമാനം, കാണികളൊക്കെ ഏറ്റവും കൂടുതൽ കാണാനിരിക്കുന്നത് മറ്റ് ഈ മത്സരങ്ങളാണ്. ഇതില്ലാതാകുന്ന ഒരു സാഹചര്യം കൂടി ഈ വേൾഡ് കപ്പിനെ തന്നെ വല്ലാതെ നഷ്ടത്തിലാക്കുന്ന ഒരു പശ്ചാത്തലം ഒരുങ്ങും. അല്ല, അത് നഷ്ടം കൂടുതലും പാകിസ്ഥാൻ തന്നെയാണ്. അവർ കളിച്ചില്ലെങ്കിൽ അവർക്കാണ് അതിന്റെ തുക നഷ്ടപ്പെടുക. അപ്പൊ അതുകൊണ്ട് നഷ്ടപ്പെടുന്നത് ഇന്ത്യക്കല്ല. ഇന്ത്യക്ക് വരുമാന മാർഗം ഇപ്പോ IPL നോക്കുകയാണെങ്കിൽ ലോകത്ത് തന്നെ ഏറ്റവും സാമ്പത്തികമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ടൂർണമെന്റ് ആണ്. അത് മാത്രമല്ല ഇപ്പൊ പാകിസ്ഥാൻ അല്ല ഒരു ടീം. ഇന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഓസ്ട്രേലിയ ആയാലും ഇംഗ്ലണ്ട് ആയാലും കൂടാതെ അഫ്ഗാനിസ്ഥാൻ നമ്മൾ എടുത്തു പറയേണ്ടതാണ്. അഫ്ഗാനിസ്ഥാൻ എവിടെയായിരുന്നു, ഇന്ന് എവിടെയാണ്? അതുപോലെ നാളെ നബീബിയെ പോലുള്ള ടീമുകളൊക്കെ ഉയർന്നു വരാം. അതിന് പാകിസ്ഥാൻ മാറിയുന്നതുകൊണ്ട് അവർക്കേ നഷ്ടമുള്ളൂ. അത് മാത്രമല്ല നിസ്സാര കാര്യം, ഇപ്പൊ ബംഗ്ലാദേശിൽ നടക്കുന്ന ഹിന്ദു നരഹത്യയുമായിട്ട് ബന്ധപ്പെട്ട് മുഷീഫുർ റഹ്മാനെ ടീമിൽ നിന്ന് ഒഴിവാക്കി. അതിന് പകരം പാകിസ്ഥാൻ എന്താണ് ചെയ്യേണ്ടത്? പാകിസ്ഥാൻ വന്ന് കളിക്കണമായിരുന്നു. അതിന് പകരം ബംഗ്ലാദേശിനെ കളിപ്പിക്കാത്തതുകൊണ്ട് ഇന്ത്യയിൽ കളിക്കുന്നില്ല, അല്ലെങ്കിൽ ലോകകപ്പ് ഇന്ത്യക്കെതിരെ കളിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പരം നാണം കെട്ട് എന്താണ് പറയാനുള്ളത്? തീർച്ചയായും നന്ദി ശ്രീ പി രംഗനാഥൻ. ഏതായാലും പാകിസ്ഥാൻ തങ്ങളുടെ കുഴി സ്വയം തോണ്ടുകയാണോ എന്നുള്ളതാണ് ക്രിക്കറ്റ് ലോകത്തിൽ തന്നെ സംശയം ഉയർന്നിരിക്കുന്നത്. നമുക്ക് വളരെ പെട്ടെന്ന് ഒരു ഇടവേളയിലേക്ക് പോകണം. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളുമായി തിരിച്ചെത്താം. ഇന്ത്യൻ പാർലമെന്റിൽ ഒരു ധനമന്ത്രി ബജറ്റ് അവതരിപ്പിക്കാൻ എത്തുമ്പോൾ രാജ്യം ഉറ്റുനോക്കുന്നത് കേവലം അക്കങ്ങളിലേക്കും നികുതി നിരക്കുകളിലേക്കും മാത്രമല്ല. ആധുനിക ഇന്ത്യയുടെ സാമ്പത്തിക നയങ്ങൾക്കൊപ്പം തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒന്നായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ബജറ്റ് ദിനത്തിലെ വസ്ത്രധാരണം മാറിയിരിക്കുന്നു. തുടർച്ചയായ 9ാം തവണയും രാജ്യത്തിന്റെ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിക്കാൻ അവർ എത്തുമ്പോൾ തമിഴ്നാടിന്റെ തനതായ നെയ്ത്തു പാരമ്പര്യത്തെ വിളിച്ചോതുന്ന കാഞ്ചീവരം സാരിയാണ് തിരഞ്ഞെടുത്തത്. ഇത് കേവലം ഒരു ഫാഷൻ താല്പര്യമല്ല, മറിച്ച് ഇന്ത്യയുടെ വൈവിധ്യമാർന്ന കൈത്തറി മേഖലയെയും പ്രാദേശിക കലാകാരന്മാരെയും ആഗോളതലത്തിൽ അടയാളപ്പെടുത്താനുള്ള ബോധപൂർവമായ ശ്രമം കൂടിയാണ്. ഓരോ വർഷവും അവർ തിരഞ്ഞെടുക്കുന്ന സാരികൾക്ക് പിന്നിൽ ഇന്ത്യയുടെ ഓരോ സംസ്ഥാനത്തിൻ്റെയും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നെയ്ത്ത് ചരിത്രമുണ്ട്. 2026 ബജറ്റ് അവതരണ വേളയിൽ നിർമ്മല സീതാരാമൻ അണിഞ്ഞത് മജന്ത നിറത്തിലുള്ള മനോഹരമായ ഒരു കാഞ്ചീവരം സിൽക്ക് സാരിയാണ്. തമിഴ്നാടിന്റെ നെയ്ത്തു പാരമ്പര്യത്തിന്റെ അടയാളമായ ഈ സാരിയിൽ കട്ടം എന്ന് വിളിക്കപ്പെടുന്ന കടും തവിട്ട് നിറത്തിലുള്ള ചെറിയ ചതുരങ്ങൾ അഥവാ ചെക്കുകൾ മനോഹരമായി കോർത്തിണക്കിയിരിക്കുന്നു. നൂൽ കൊണ്ട് തീർത്ത ബോർഡറുകൾ ഈ വസ്ത്രത്തിന് കൂടുതൽ പ്രൗഢിയും നൽകി. ചുവന്ന പൗച്ചിനുള്ളിൽ സൂക്ഷിച്ച ടാബ്ലറ്റുമായി അവർ പാർലമെന്റിലേക്ക് നടന്നു നീങ്ങിയപ്പോൾ അത് പാരമ്പര്യവും ആധുനികതയും തമ്മിലുള്ള കൂടിച്ചേരലായി മാറുകയായിരുന്നു. തമിഴ് സംസ്കാരത്തിന്റെ കരുത്തും ആഴവും പ്രതിഫലിപ്പിക്കുന്ന ഈ വസ്ത്രധാരണം ഒരു ജനതയുടെ മൊത്തം നൈപുണ്യത്തെ ആദരിക്കുന്നതിന് തുല്യമായിരുന്നു. വസ്ത്രധാരണത്തിലൂടെ ഒരു ധനമന്ത്രി ഇറാൻ അമേരിക്ക സംഘർഷം അത് ഏത് സാഹചര്യവും നേരിടാൻ സജ്ജമാകാൻ സൈന്യത്തോട് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഇറാൻ. അമേരിക്കയുടെ എല്ലാ നീക്കങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു. കഴിഞ്ഞ ജൂണിൽ ഇസ്രായേലുമായി നടന്ന 12 ദിവസത്തെ യുദ്ധത്തേക്കാൾ ഇറാൻ സർവ്വസജ്ജമാണെന്നാണ് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഡെപ്യൂട്ടി കമാൻഡർ അഹമ്മദ് വാഹിദി അറിയിച്ചിരിക്കുന്നത്. അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന ഏതു പ്രകോപനത്തിനും ശക്തമായ തിരിച്ചടി നൽകുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. مرتبا ادعا میکنه ولی ما ناو آوردیم و چه کردیم
به نظر من ملت ایران رو از این چیزا نباید ترسوند. ملت ایران تحت تأثیر این حرفا قرار نمیگیره، از برخورد حق نمیهراسه. ما شروع کننده نیستیم، ما به کسی ظلم نمیخوایم بکنیم، به کشوری حمله نمیخوایم بکنیم، اما در مقابل اون کسی که طمع داشته باشه حمله بخواد بکنه، اذیت بکنه، ملت ایران مشت محکمی به او خواهد زد. این را هم آمریکایی‌ها بدونن که اگر این دفعه جنگی را بندازن، این جنگ منطقه‌ای خواهد. ഇറാനിലെ ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി മധ്യസ്ഥ ചർച്ചകൾ തുടരുന്നുവെന്നാണ് അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചിരിക്കുന്നത്. വി വിനോദ് വിവരങ്ങളുമായി ചേരുകയാണ്. വിനോദ്, ഒരു സ്ഥലത്ത് ഇപ്പോൾ അമേരിക്ക കുറച്ചൊന്ന് കാര്യങ്ങൾ മയപ്പെടുത്തിയിട്ടുണ്ട്. ചർച്ചകളുമായി ബന്ധപ്പെട്ട നീക്കങ്ങളാണെന്ന് ട്രംപ് ആവർത്തിക്കുന്നുണ്ട്. പക്ഷേ യുദ്ധക്കപ്പലുകളും പടക്കോപ്പുകളും മറ്റും ഇറാന്റെ തീരത്തെ കയക്കുന്ന പശ്ചാത്തലമുണ്ട്. മറുവശത്ത് ഇറാൻ കാര്യങ്ങൾ കടുപ്പിക്കുകയാണ്. ഇത്ര ആത്മധൈര്യം ഇറാൻ എങ്ങനെ ലഭിക്കുന്നു എന്നുള്ളതാണ്. രഞ്ജിത്ത്, പശ്ചിമേഷ്യയിൽ യുദ്ധാന്തരീക്ഷം തന്നെയാണ് ഉരുണ്ടുകൂടുന്നത്. കാരണം രഞ്ജിത്ത് പറഞ്ഞതുപോലെ തന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇറാൻ എടുക്കുന്ന ഒരു ആത്മവിശ്വാസമാണ്, അല്ലെങ്കിൽ ഇറാൻ പ്രകടിപ്പിക്കുന്ന ഒരു ആത്മവിശ്വാസമാണ്. അമേരിക്ക ആക്രമിച്ചാൽ തിരികെ ആക്രമിക്കുന്നത് ഇറാൻ മാത്രമാകില്ല, അവിടെ ഗൾഫ് രാജ്യങ്ങൾ ഒന്നടങ്കം അല്ലെങ്കിൽ അറബ് രാജ്യങ്ങൾ ഒന്നടങ്കം ആ യുദ്ധത്തിൻ്റെ ഭാഗമാകും എന്ന ഒരു കാര്യമാണ് ഖമേനി കഴിഞ്ഞ ദിവസവും ഇന്നുമൊക്കെ ആയിട്ട് അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളിൽ പറയുന്നത്. അവിടെയാണ് അമേരിക്കയുടെ ഒരു നീക്കവും ഏറ്റവും ശ്രദ്ധേയമാകുന്നത്. അമേരിക്കയുടെ കപ്പൽപ്പട ഇറാൻ്റെ തീരത്തുണ്ട്. അവിടെ എബ്രഹാം ലിങ്കൻ എന്ന വിമാനവാഹിനി കപ്പലടക്കം ഏതാണ്ട് 10ഓളം വരുന്നൊരു വ്യൂഹമാണ് ഇറാൻ തീരത്ത് തമ്പടിച്ചിട്ടുള്ളത്. ഏത് സാഹചര്യത്തെയും നേരിടാൻ തക്ക രീതിയിൽ ഇറാനും മുന്നൊരുക്കം നടത്തുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷം ജൂണിൽ നടന്ന അമേരിക്ക ഇറാൻ സംഘർഷമുണ്ട്. ആ സമയത്ത് ആണവായുധ കേന്ദ്രങ്ങൾ വലിയ തോതിൽ ആക്രമിക്കപ്പെട്ടിരുന്നു. അന്ന് ഇറാന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. അത് ഒഴിവാക്കാനായി ഇപ്പോൾ അണുവായുധ കേന്ദ്രങ്ങൾ ഭൂമിക്കടിയിലേക്ക് മാറ്റുന്ന പ്രക്രിയയാണ് ഇറാനിൽ നടക്കുന്നത്. അത്തരം വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ ഈ ആണവായുധ കേന്ദ്രങ്ങളിലേക്കുള്ള കവാടങ്ങൾ, തുരങ്കവാതിലുകൾ വലിയ തോതിൽ മണ്ണിട്ട് മൂടുന്നുണ്ട്. ഒരുപക്ഷെ യുദ്ധമുണ്ടായാൽ അത്തരം കേന്ദ്രങ്ങൾ കൂടുതൽ സുരക്ഷിതമാക്കുക എന്ന ഒരു നീക്കത്തിലേക്കാണ് ഇറാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഇസ്രായേൽ പലസ്തീൻ സംഘർഷമുണ്ട്. നേരത്തെ വെടിനിർത്തലുണ്ടായിരുന്നു. അവിടെ റാഫ അതിർത്തി തുറക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് പോവുകയും പലസ്തീനിൽ ചികിത്സ ആവശ്യമുള്ളവർക്ക് ഇസ്രായേലിനോട് ചേർന്ന റഫ അതിർത്തി കടന്ന് അവിടുത്തെ ആശുപത്രികളിലേക്ക് പോകാനുള്ള ഒരു തീരുമാനം കൈക്കൊണ്ടിരുന്നു. പക്ഷേ ആ റഫ അതിർത്തി തുറക്കുന്നതിൻ്റെ തൊട്ട് തലേ ദിവസമാണ് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് വീണ്ടും പലസ്തീന് നേരെ ആക്രമണം ഉണ്ടാകുന്നത്. ഇതിന് പിന്നാലെ ഇറാൻ അമേരിക്ക സംഘർഷാവസ്ഥ കൂടുതൽ മൂർച്ഛിക്കുന്ന നിലയിലേക്കാണ് പോകുന്നത്. അല്ലെങ്കിൽ അവിടെ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടും എന്ന നിലയിലേക്ക് പോകുന്നു. ഹമാസിന് ഇറാൻ അകമഴിഞ്ഞ പിന്തുണ നൽകുന്നു, സാമ്പത്തിക സഹായം നൽകുന്നു, ആയുധം നൽകുന്നു. ഇത് ഇസ്രായേൽ കാലങ്ങളായി ഉന്നയിക്കുന്ന ആരോപണമാണ്, അമേരിക്ക കാലങ്ങളായി ഉന്നയിക്കുന്ന ആരോപണമാണ്. ഇതിനിടയിൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ട ആശയവിനിമയം അല്ലെങ്കിൽ ഇന്ത്യയോടുള്ള ചില നിർദ്ദേശങ്ങൾ കൂടി അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. വെനിസ്വേലയിൽ നിന്ന് എണ്ണ വാങ്ങണം എന്ന ഒരു ആവശ്യമാണ് ഇപ്പോൾ അമേരിക്ക മുന്നോട്ട് വെച്ചിട്ടുള്ളത്. നേരത്തെ റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങിയപ്പോൾ അത് ഉക്രൈനുമായുള്ള റഷ്യയുടെ യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്നതാണ്, റഷ്യയ്ക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിന് തുല്യമാണ്. ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അമേരിക്ക നേരത്തെ തീരുവ വർധന കൊണ്ടുവന്നത്. ഇന്ത്യക്ക് മേൽ കനത്ത തീരുവ കൊണ്ടുവരികയും റഷ്യയുമായുള്ള ഇടപാടുകൾ കുറയ്ക്കണമെന്നാവശ്യപ്പെടുകയും ചെയ്തിരുന്നു. തുടർന്ന് ഇറാനുമായി ഇന്ത്യ കൂടുതൽ കരാറുകളിലേക്ക് പോവുകയും ഇറാനിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അമേരിക്ക നിർദ്ദേശിച്ചിട്ടുള്ളത് വെനിസ്വേലൻ എണ്ണ വാങ്ങണമെന്നാണ്. വെനിസ്വേലയുടെ പ്രസിഡന്റിനെ അമേരിക്ക തടവിലാക്കിയിട്ടുണ്ട്. വെനിസ്വേലയിൽ ഇപ്പോൾ അമേരിക്ക താൽപ്പര്യപ്രകാരം അല്ലെങ്കിൽ അമേരിക്ക ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഭരണമാണ് നടക്കുന്നത്. അമേരിക്കയുടെ ഒരു പാവ സർക്കാരായി വെനിസ്വേലയുടെ സർക്കാർ മാറിയിരിക്കുന്നു. അത്തരം നീക്കം വെനിസ്വേലയിൽ നടത്തി അതേ നീക്കം ഇറാനിലും അമേരിക്ക പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അല്പം പുറകോട്ട് ട്രംപ് പോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കേണ്ടത്. മറ്റൊരു വാർത്തയിലേക്ക് പോകണം. രാഹുൽ മങ്കൂട്ടത്തിൽ MLAക്കെതിരായ പരാതി പരിഗണിക്കുന്നത് നിയമസഭാ എത്തിക്സ് ആൻഡ് പ്രിവിലേജ് കമ്മിറ്റി യോഗം ചേരും എന്നുള്ള പ്രധാനപ്പെട്ട വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. രാഹുലിന്റെ MLA സ്ഥാനം തെറിക്കുമോ എന്നുള്ളതാണ്. നമുക്കറിയാം CPM MLA DK മുരളി നൽകിയ പരാതിയാണ് കമ്മിറ്റി പരിശോധിക്കുക. ഈ സഭാ സമ്മേളനത്തിൽ തന്നെ സമിതിയുടെ റിപ്പോർട്ട് ഉണ്ടാകുമെന്ന് മനസ്സിലാക്കണം. രാഹുലിനെ പുറത്താക്കാനാണ് സാധ്യത കൂടുതൽ.
നിയമസഭയുടെ അന്തസ്സിന് നിരക്കാത്ത കുറ്റകൃത്യങ്ങൾ ചെയ്ത രാഹുലിനെതിരെ ഉചിതമായ നടപടി വേണമെന്നാണ് പരാതിയിലെ ആവശ്യം. അധാർമിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന MLA-മാരെ നിയമസഭാ എത്തിക്സ് കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പുറത്താക്കാമെന്നാണ്. വി അരുൺ വിവരങ്ങൾ പങ്കുവെക്കും. അരുൺ, ഇത് ഇപ്പോൾ MLA-മാരുടെ പരാതി ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. വാമനപുരം MLA പരാതി കൊടുത്തിട്ടുണ്ട്. എത്തിക്സ് കമ്മിറ്റി നമുക്കറിയാം കോൺഗ്രസിന്റെയും ലീഗിന്റെയും അംഗങ്ങളുണ്ട്. എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? എങ്ങനെയാണ് നടപടിക്രമങ്ങൾ? ഇന്ന് സഭ പിരിഞ്ഞ ശേഷമാകും എത്തിക്സ് കമ്മിറ്റിയുടെ യോഗം ചേരുക. മുരളി പെരുന്നെല്ലിയാണ് സമിതിയുടെ അധ്യക്ഷൻ. DK മുരളി നൽകി സ്പീക്കർ കൈമാറിയ പരാതി എത്തിക്സ് കമ്മിറ്റി പരിശോധിക്കും. അതിനുശേഷം നടപടി എന്ത് വേണമെന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകും. അതായത് എത്തിക്സ് കമ്മിറ്റിക്ക് പരാതിക്കാരനെ, അതായത് DK മുരളിയെ വിളിച്ചു വരുത്താം. ആർക്കെതിരെയാണോ ആരോപണമെതിരായ MLA വിളിച്ചു വരുത്താനുള്ള അധികാരമുണ്ട്. ഒപ്പം തന്നെ വേണ്ടി വന്നാൽ ഈ ഇരകളെയും, രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു എന്ന് പരാതി പറഞ്ഞിട്ടുള്ള ഇരകളെയും വിളിച്ചു വരുത്താൻ എത്തിക്സ് കമ്മിറ്റിക്ക് അധികാരമുണ്ട്. ആ നടപടികൾ തുടങ്ങി വെക്കുകയാണ്. അത് എത്രത്തോളം പൂർത്തിയാകുമെന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ഈ സഭാ സമ്മേളനത്തിൽ ഇനി പ്രധാനമായും മറ്റന്നാൾ ബജറ്റ് പാസ്സാക്കി ബജറ്റ് സബ്ജക്റ്റ് നമ്മളുടെ പരിഗണനയ്ക്ക് വിട്ടാൽ മറ്റു നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ കഴിയില്ല. 6-ാം തീയതി സഭ പിന്നീട് ഈ മാസം അവസാനമാണ് വീണ്ടും ചേരുന്നത്. അത് സമയക്രമത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ട്, സമയക്കുറവുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. പക്ഷേ അപ്പോഴും ഒരു നടപടി നീക്കം ആരംഭിക്കുകയാണെന്ന് സഭ ചെയ്യുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ലൈംഗിക പീഡന പരാതികൾ തുടർച്ചയായി വന്നതിനെ തുടർന്ന് അയാൾക്കെതിരെയുള്ള അയോഗ്യതാ നടപടികളുടെ ഭാഗമായി തന്നെയാണ് ഇത്തരം നീക്കം സഭാസമിതി തുടരുക. അരുണ്, ഭരണഘടനാ വിദഗ്ധൻ ശ്രീ PDT ആചാരി ടെലിഫോൺ ലൈനുണ്ട്. സാർ, ഇത് ഈ എത്തിക്സ് കമ്മിറ്റിയുടെ അധികാരപരിധി എവിടെ വരെ എന്നുള്ളത് ഒരു കാര്യമാണല്ലോ. ഒരു MLA ഇത്തരത്തിൽ പുറത്താക്കിയ എന്തെങ്കിലും പ്രീസിഡൻസ് ഉണ്ടോ താങ്കളുടെ ഒരു അറിവിൽ? അല്ല, ലോക്സഭയിൽ ഭഗവാൻ മിത്രയായി കഴിഞ്ഞ ലോക്സഭയിൽ എക്സ്പെൽ ചെയ്തിരുന്നല്ലോ. അത് അവിടുത്തെ എത്തിക്സ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അത് ചെയ്തത്. പക്ഷേ അത് എത്രത്തോളം ശരിയാണ് എന്ന് നമുക്കറിയത്തില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ സാധാരണ അങ്ങനെ റെക്കമെൻഡേഷൻ കൊടുക്കുന്നത് പ്രിവിലേജസ് കമ്മിറ്റിയാണ്. കേരളത്തിൽ ആ ഒരു പ്രശ്നം വരുന്നില്ല. കാരണം പ്രിവിലേജസും എത്തിക്സും രണ്ടും ഒരു കമ്മിറ്റി തന്നെയാണ്. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു പ്രശ്നമില്ല. പക്ഷെ അവർക്ക് അധികാരം ഉണ്ടല്ലോ, അവർക്ക് കൊടുക്കാം, അങ്ങനെ ഒരു സജഷൻ കൊടുക്കാവില്ല, അങ്ങനെ റെക്കമെൻഡേഷൻ കൊടുക്കാം. പിന്നെ സഭയ്ക്കാണ് അധികാരം തീരുമാനിക്കാനുള്ളത്. ഒരാളിനെ യോഗ്യനാക്കണോ എങ്ങനെ എന്നുള്ളത് സഭയാണ് തീരുമാനിക്കേണ്ടത്. ശിക്ഷ വരുന്നത് ഈ ശാസന മുതൽ പുറത്താക്കൽ വരെ അല്ലേ? അങ്ങനെ പലതരത്തിലുള്ള ശിക്ഷകളുണ്ടെന്ന് മനസ്സിലാവും. അതെ, പലതുണ്ട്. അത് അതിന്റെ ആ ഒരു ഒഫൻസിന്റെ ഗ്രാവിറ്റി അനുസരിച്ച് സഭയ്ക്ക് തീരുമാനം എടുക്കാം. അങ്ങനെയാണല്ലോ. ഒപ്പം രണ്ട് പ്രതിപക്ഷ അംഗങ്ങളുമുണ്ട്. കോൺഗ്രസിന്റെയും ലീഗിന്റെയും ഒരു അംഗമുണ്ട് അവിടെ എത്തിക്സ് കമ്മിറ്റിയിൽ. അവരുടെ അഭിപ്രായവും നിർണായകം. എങ്ങനെയാണ്? ഭൂരിപക്ഷ അഭിപ്രായത്തിന്റെ പുറത്താണോ ഒരു തീരുമാനം ഉണ്ടാവുക? അതെ, ഭൂരിപക്ഷ അഭിപ്രായമാണ് കമ്മിറ്റികളിലെല്ലാം തന്നെ. സഭയിലും അങ്ങനെയാണല്ലോ. ഭൂരിപക്ഷം അനുസരിച്ചാണ് തീരുമാനിക്കുന്നത്. ഭരണഘടനാപരമായ പ്രൊവിഷൻ തന്നെയാണത്. ഭരണഘടനയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് സഭയുടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ഭൂരിപക്ഷം അനുസരിച്ചായിരിക്കും എന്നുള്ളത്. അതനുസരിച്ച് സഭയിലേക്ക് റെക്കമെൻഡ് ചെയ്യണം. പിന്നീട് സ്പീക്കർ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഈ വിഷയം തീരുമാനിക്കണം. അല്ല, സഭയിൽ പ്രമേയം കൊണ്ടുവരണം. അതായത് ഒരു റിപ്പോർട്ട് കമ്മിറ്റി സമർപ്പിച്ചാൽ അതിന്റെ മേലിലാണ് പിന്നെ സഭയിൽ ഒരു പ്രമേയം കൊണ്ടുവരും. ഗവൺമെന്റ് ഭാഗത്തു നിന്നായിരിക്കും മിക്കവാറും അത് പ്രമേയം കൊണ്ടുവന്ന്, അതായത് ഈ റിപ്പോർട്ടിന്റെ പറഞ്ഞിരിക്കുന്ന റെക്കമെൻഡേഷൻ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു, അതോടൊപ്പം ഈ ആളിനെ ഇവിടുന്ന് എക്സ്പെൽ ചെയ്യാനുള്ള അത് ഈ പ്രമേയം സഭയുടെ മുമ്പിൽ വയ്ക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള പ്രമേയമാണത്. അപ്പൊ അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾ ഓട്ടോമാറ്റിക്കലി പോയി എന്നുള്ളതാണ്. ഇയാളുടെ മെമ്പർഷിപ്പ് തീർന്നു. അങ്ങനെയാണ് അതിന്റെ പ്രൊസീജിയർ. ഈ സഭയുടെ കാലാവധി അവസാനിക്കാൻ ഇനിയിപ്പോ 1-2 മാസം 2 മാസം പരമാവധി ഉള്ളൂ. അപ്പോൾ അതിനിടയ്ക്ക് നടപടിക്രമങ്ങൾ പൂർത്തിയാവുന്നുള്ളതാണ്. അതെ, അത് പിന്നെ കമ്മിറ്റി എത്ര സമയം എടുക്കുന്നു എന്നൊക്കെ ഉള്ളതനുസരിച്ചിരിക്കും. ഇപ്പം അയാളെ ഇപ്പം കമ്മിറ്റിയുടെ മുമ്പിൽ വിളിച്ചു വരുത്തി കേൾക്കണമല്ലോ, അയാളുടെ അഭിപ്രായം കേൾക്കണമല്ലോ. അങ്ങനെയൊക്കെയുള്ള പ്രൊസീജിയറുണ്ട്. അതായത് അവർക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കണമെന്നുള്ളതാണ് ഈ പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസിന്റെ ഒരു റിക്വയർമെന്റ്. അതാണ്. അപ്പൊ അതൊക്കെ പാലിച്ചിരിക്കണം. അങ്ങനെ അത് നടപടിക്രമങ്ങളെല്ലാം പാലിച്ചിരിക്കണം കമ്മിറ്റി. അത് എന്നിട്ടാണ് ഒരു തീരുമാനം എടുക്കേണ്ടത്. തീർച്ചയായും. അത്ര നന്ദി ശ്രീ PDT ആചാര്യ. ഏതായാലും ഇത് നടപടിക്രമങ്ങൾ ഒരുപാടുണ്ട്. മുരളി പെരുന്നെല്ലിയാണ് ഈ സഭാ കമ്മിറ്റിയുടെ എത്തിക്സ് ആൻഡ് പ്രിവിലേജസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ.
പി ബാലചന്ദ്രൻ MLA, MV ഗോവിന്ദൻ, UA ലത്തീഫ്, മാത്യു ടി തോമസ്, TP രാമകൃഷ്ണൻ, റോജി M ജോൺ, H സലാം, KK ശൈലജ എന്നിവർ സമിതി അംഗങ്ങളാണ്. ഇതിൽ UDF-ൻ്റെയും അംഗങ്ങളുണ്ട്. ലത്തീഫും റോജിയും, അതായത് ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും അംഗങ്ങളാണ് പ്രതിപക്ഷ അംഗങ്ങളായുള്ളത്. അവരുടെ അഭിപ്രായവും നിർണായകമാണ്. രാഹുലിൻ്റെയും ഈ മുരളി പരാതി കൊടുത്ത DK മുരളിയുടെ മൊഴിയെടുക്കും. വേണമെങ്കിൽ ഇരകളെ വിളിച്ചു വരുത്തി മൊഴിയെടുക്കാനുള്ള അധികാരവും എത്തിക്സ് കമ്മിറ്റിക്കുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിരീക്ഷണങ്ങളും ഒക്കെ പ്രധാനമാണ്. അതിജീവിതമാരുടെ പരാതി അടക്കം അടിസ്ഥാനമാക്കിയാണ് ഇത്തരത്തിൽ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക. അതിനുശേഷവും പ്രൊസീജിയറുണ്ട്. അത് പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് സഭാ സമ്മേളനത്തിന് ഇനിയും സഭ അവസാനിക്കാൻ, കാലാവധി അവസാനിക്കാൻ വളരെ കുറച്ച് സമയം മാത്രമാണ്. ഇതിനിടയിൽ ഇതെല്ലാം അവസാനിക്കില്ല. സ്വാഭാവികമായും അത്തരമൊരു തീരുമാനത്തിലേക്ക്, ഒരു അന്തിമ തീരുമാനത്തിലേക്ക് പോകുകയും അസാധ്യമാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. VV അരുണാണ് വിവരങ്ങൾ പങ്കുവച്ചത്. 9 മണി വാർത്ത പൂർണ്ണമാവുകയാണ്. ഇനി ന്യൂസ് ട്രെൻഡ്സ് കാണാം. TG സജിത്ത് ചേരും.